morning. Good morning, students. Good morning, sir. Good morning, sir. നമുക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട് സർ. ഓക്കെ. സോ നമ്മൾ ഇന്ന് തുടങ്ങാൻ ഉദ്ദേശിച്ച സബ്ജക്റ്റ് ഓവറാണ്. നിങ്ങൾ ആ ടൈം ടേബിൾ കണ്ടിട്ടുണ്ടാവും, പ്രവീൺ സാർ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതിലേക്ക് നമുക്ക് പോകാം. ആ ഒരു ഇതിൽ ഏകദേശം നമുക്ക് പോയി നോക്കാം, എന്താ അവസ്ഥ നോക്കാം, ക്ലാസ്സുകൾ എങ്ങനെ പോകുന്നു നോക്കാം. എന്തായാലും രാവിലെ പറഞ്ഞ ആ റെക്കോർഡ് ക്ലാസ്സിൻ്റെ കാര്യം, അത് ഞാൻ എന്തായാലും ഫസ്റ്റ് ലൈവ് കഴിഞ്ഞിട്ട് റെക്കോർഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എല്ലാ സബ്ജക്ട്സും ലൈവ് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ റെക്കോർഡ് ക്ലാസ് ഇടുന്നുള്ളൂ, കാരണം ഫസ്റ്റ് റെക്കോർഡ് ക്ലാസ് ഞാൻ ഇടുന്നില്ല. ഓക്കെ. സോ അപ്പോൾ എത്ര പേര് വന്നു, എത്തിയോ? വന്നവരൊക്കെ നിങ്ങളുടെ പേരൊന്ന് ചാറ്റ് ബോക്സിൽ എൻ്റർ ചെയ്തിട്ട് കേട്ടോ, ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി വന്ന ആൾക്കാരൊക്കെ. സോ പ്രോബ്ലി വിൽ ബി ടേക്കിംഗ് 1 hour ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക ഏകദേശം. നമുക്ക് ഡിസ്കഷൻസ് പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡെയിലി ഇപ്പോൾ ഈ പറഞ്ഞ 2 hour ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതായത് രാവിലെ ഒരു അവറും ഉച്ചയ്ക്ക് ശേഷം 1 hour. അപ്പോൾ ഈ ടൈം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്താ ഉണ്ടെങ്കിൽ നമുക്ക് ടൈം ചേഞ്ച് ചെയ്യാം, നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പറയാം. അപ്പം ഇതൊരു ഫിക്സ്ഡ് ടൈം അല്ല, നിങ്ങളെ സൗകര്യങ്ങൾ നോക്കി നമുക്ക് ചെയ്യാം. ഇപ്പോൾ കോളേജ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ മിക്കവാറും, അങ്ങനെ അറിയില്ല കോളേജ് ഇപ്പോൾ എങ്ങനെയാണ്. എനിക്ക് ഈ ഇടയ്ക്ക് നിങ്ങൾക്ക് കോളേജ് തുറന്നപ്പം കുറച്ചൊക്കെ ക്ലാസ്സസ് മോർണിംഗ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു, അല്ലെ? മോർണിംഗ് മാത്രം ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു, സാറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വിൽ സി അക്കോർഡിംഗ്ലി. തൽക്കാലം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ ഇതൊരു കമ്പാരിറ്റീവ്ലി ഒരു സിമ്പിൾ സബ്ജക്റ്റാണ്, ഓപ്പറേഷൻസ് റിസർച്ച്. നിങ്ങൾ ഈ സബ്ജക്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഹാവ് യു ഹേർഡ് അബൌട്ട് ദിസ് തിങ്, ഓപ്പറേഷൻസ് റിസർച്ച്? ഇത് നമുക്ക് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ കോഴ്സ്. കുറച്ചധികം മീൻസ് ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് തിയറിറ്റിക്കൽ ആസ്പെക്റ്റ് കുറവാണ്, എന്നാലും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ പ്രോബ്ലംസ് ഓറിയൻറ്റേഷൻ കുറച്ച് കൂടുതലതിന്. ആ രീതിയിലായിരിക്കും കോഴ്സിൻ്റെ ഒരു പോക്ക്. അപ്പോൾ ഇതിൽ ഈ ബുക്ക്, നമ്മൾ ഫോളോ ചെയ്യുന്ന ബുക്ക് പറഞ്ഞാൽ KV മിറ്റലിൻ്റെ ബുക്കാണ്, ഒപ്റ്റിമൈസേഷൻ മെത്തേഡ്സ് ഇൻ ഓപ്പറേഷൻസ് റിസർച്ച് ആൻഡ് സിസ്റ്റംസ് അനാലിസിസ്. അപ്പോൾ ഈ ബുക്ക് ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത്, എനിക്ക് ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി അവിടെ നിന്ന് കിട്ടുന്നില്ല. നമ്മളെ കോളേജ് ലൈബ്രറിയിൽ ഉണ്ടോ എനിക്കറിയില്ല, നോക്കണം, ചെക്ക് ചെയ്യണം. പക്ഷേ എനിക്കൊരു ഗൂഗിൾ ബുക്സിന് ചെറിയൊരു പോർഷൻ കിട്ടി, അത് വേണമെങ്കിൽ എനിക്ക് ഷെയർ ചെയ്ത് തരാം. അതിലാകെ ഒരു 100 പേജ് എങ്ങാണ്ടേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ ഈ ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്യുക. കുഴപ്പമില്ല, ബുക്ക് ഒരു ബേസിക് ബുക്കാണ്, കുഴപ്പമില്ല. വേറെയും ബുക്സ് ഉണ്ട് ഒരുപാട്, നിങ്ങൾക്ക് റെഫറൻസിന് താഴെ കുറേ ബുക്സ് ഉണ്ടല്ലോ, അതിൽ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുക ഈ ബുക്കായിരിക്കും, ഇതിലുള്ള ടെക്നോളജീസ് ആയിരിക്കും ഫോളോ ചെയ്യുക. ഓക്കെ. അപ്പം ഇതിൽ ബേസിക്കലി ഇതിലെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ശരിക്കും ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ എസൻസ്. അത് 2 മൊഡ്യൂളുകളും നമുക്ക് കാണാൻ മൊത്തം ഏകദേശം അത് തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസും, പിന്നെ ഇൻറ്റിജർ പ്രോഗ്രാമിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നെറ്റ്വർക്ക് ഫ്ലോ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഓൾ ടുഗദർ ഇതൊരു നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു സബ്ജക്റ്റാണ്. ഓക്കെ. കാര്യങ്ങൾ പഠിക്കാനും പറ്റിയൊരു സബ്ജക്റ്റാണ് ഇത്. നമ്മുടെ ഇന്ത്യയിൽ അത്രത്തോളം ഒരു എഫക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും, പുറത്ത് നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പുറത്തേക്ക്, ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആൾക്കാർ നല്ല യൂസ് ചെയ്യുന്ന സബ്ജക്റ്റാണ്. അതായത് റിയൽ വേൾഡ് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് എന്ന് പറയാം നമുക്ക്. നമ്മളിപ്പോൾ പഠിക്കുന്ന എല്ലാ കാര്യം നമ്മൾ റിയൽ വേൾഡ് സിറ്റുവേഷൻസ് യൂസ് ചെയ്യുന്നില്ല. ബട്ട് നിങ്ങളിത് നോക്കുകയാണെങ്കിൽ കുറച്ച് കാണാം, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അതുപോലെ അസൈൻമെൻറ്റ് പ്രോബ്ലം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരാനുണ്ട്. ഇതൊക്കെ ശരിക്കും നമ്മൾ എക്സാക്ട്ലി നമുക്ക് റിയൽ വേൾഡിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്. സോ ഞാൻ ജസ്റ്റ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം നമുക്ക്. ഈ ഒരു കോഴ്സിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. നമുക്ക് സ്ക്രീനെ കാണണ്ടല്ലോ അല്ലേ? സോ ചെറിയൊരു പ്രോബ്ലം. ഓക്കെ. ഒരു ചെറിയൊരു പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരാൾ
നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ഇപ്പോൾ അർച്ചന വീട്ടിൽ നിന്ന് അർച്ചനയോട് അമ്മ പറയാണ് ഷോപ്പിൽ പോയിട്ട് കുറച്ച് പച്ചക്കറിയും കുറച്ച് അരിയും വാങ്ങിക്കണം. അർച്ചനയോട് വീട്ടിൽ നിന്ന് അമ്മ പറയാണ്. ഓക്കെ, എന്നിട്ട് പറയാണ് 10 കിലോ അരിയെങ്കിലും നീ വാങ്ങിക്കണം അറ്റ്ലീസ്റ്റ്. അതായത് 10 കിലോ എങ്കിലും നീ വാങ്ങണം. 10 അതിൽ കൂടുതൽ വാങ്ങിച്ചു, പക്ഷേ 10 കിലോ എങ്കിലും വാങ്ങണം. പിന്നെ അമ്മ തന്ന ബാഗ്, അതായത് സാധനമൊക്കെ വാങ്ങിയിട്ട് ഇട്ടാണ്ട് സഞ്ചി ഉണ്ടല്ലോ, ആ തന്നിരിക്കുന്ന സഞ്ചിൻ്റെ വെയിറ്റ്, അത് മാക്സിമം വെയിറ്റ്, അതിൻ്റെ വെയിറ്റ് അല്ല, അത് മാക്സിമം താങ്ങുന്ന വെയിറ്റ് സപ്പോസ് 15 കിലോ എന്ന് വിചാരിക്കും. അതിൽ കൂടുതൽ താങ്ങൂല, പൊട്ടിപ്പോവും. അപ്പോൾ അതിൽ തന്നെ സാധനം തിരിച്ചു കൊണ്ടുവരും വേണം. ഓക്കെ, വേറെ സഞ്ചിയൊന്നും പുറത്തുനിന്ന് ഉപയോഗിക്കരുത്, കോവിഡ് അല്ലേ. അപ്പം അങ്ങനെയാണ്. അതുപോലെ അമ്മ ഒരു 100 രൂപ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഷി ഹാസ് ഗിവൺ 100 rupees ടു അർച്ചന. ഓക്കെ, അപ്പം എങ്ങനെ പർച്ചേസ് ചെയ്യാം? സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വീട്ടിലേക്ക് വരണം. പക്ഷേ ഞാൻ അവിടെ എന്താ പറയുക, ഇതിൽ നമുക്ക് പല കണ്ടീഷൻസും പറയാം, പല രീതിയിലും പറയാം. ഇപ്പം ഞങ്ങൾക്ക് തന്നെ പറയാം, അത് പൈസ ലാഭിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ ഇപ്പോൾ ഇവിടെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്, ഹൗ എഫക്റ്റീവ്ലി യു ക്യാൻ പർച്ചേസ് വിത്ത് മാക്സിമം സംതിങ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, എഴുതാൻ മറന്നുപോയി. അതായത് സപ്പോസ് നിങ്ങൾ വിചാരിക്കുക 1 കിലോ അരിക്ക് 5 രൂപയാണ്, 1 കിലോ വെജിറ്റബിൾസിന് 7 രൂപയെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു കണക്കൂട്ടിലും വരെ കൂട്ടിയാൽ മതി. അതല്ല 1 കിലോ വെജിറ്റബിൾ ഒരിക്കലും നമുക്ക് 7 രൂപക്ക് ചിലതൊന്നും കിട്ടില്ല മൊത്തത്തിൽ. ഓക്കെ, മൊത്തത്തിൽ കണക്കാക്കുക. 1 കിലോ അരിക്ക് 5 രൂപ കണക്കാക്കുക. അതുപോലെ 1 കിലോ വെജിറ്റബിളിന് 7 രൂപ കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ മാക്സിമം വെജിറ്റബിൾ വാങ്ങണം. ഓക്കെ, അർച്ചനയോട് അമ്മ പറയണം മാക്സിമം വെജിറ്റബിൾ വാങ്ങണം. ആ രീതിയിൽ നമുക്ക് എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് എടുക്കാൻ പറ്റും ഒന്നുകൂടി ഞാൻ പറയാം. അതായത് അരിയും പച്ചക്കറിയും വാങ്ങാൻ പറയുന്നു അമ്മ. 100 രൂപ കൈ തരുന്നു, ഒരു ബാഗ് തരുന്നു, അതിന് മാക്സിമം 15 കിലോ വെയിറ്റ് താങ്ങാൻ പറ്റുള്ളൂ. അമ്മ പറയുന്നു അറ്റ്ലീസ്റ്റ് നീ 10 കിലോ എങ്കിലും വാങ്ങണേ എന്ന് അമ്മ പറയുന്നു. പിന്നെ അമ്മ പറയുന്നൊരു കാര്യം, മാക്സിമം പച്ചക്കറിയും വാങ്ങണേ. മാക്സിമം നിനക്ക് പറ്റുന്ന ആ തന്നിരിക്കുന്ന സംഭവത്തിലും കൊള്ളുന്ന പോലെയും, അതായത് ആ പൈസക്കും കൊള്ളുന്ന പോലെയും പച്ചക്കറി വാങ്ങണമെന്നും കൂടി അമ്മ പറയുന്നു. ഓക്കെ, ഇത് നമുക്കൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിട്ട് മോഡൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് പറ്റുക? അതായത് നിങ്ങളൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിട്ട് മോഡൽ ഉണ്ടെങ്കിൽ എങ്ങനെ അത് ചെയ്യാം? എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇങ്ങനത്തെ മോഡൽ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ഇതിപ്പോൾ ചെറിയൊരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു, ഇതുപോലത്തെ ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലുണ്ട്. അപ്പോൾ ഇൻ ജനറൽ നമ്മൾ നോക്കുക, ഞാൻ പറഞ്ഞില്ല പുറത്തൊക്കെ ഇവർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരുപാട് റിയൽ വേൾഡ് പ്രോബ്ലംസിൽ നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ സംഭവം ചെയ്യണം, അതിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ കോസ്റ്റ് മാക്സിമൈസ് ചെയ്യണം. പക്ഷേ ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെ ഞാൻ കുറേ കണ്ടീഷൻസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് ഞാൻ പറഞ്ഞു. അതായത് ഇത് ഇത്രേ പാടുള്ളൂ, ഇത് ഇത്ര വെയിറ്റ് താങ്ങുള്ളൂ, ഇത്ര പൈസയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ഒരു കുറേ ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒരു സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു മെയിൻ ഒബ്ജക്റ്റീവ് ഉണ്ട്. ഞാൻ ലാസ്റ്റ് ചെയ്ത ചോപ്പിൽ എഴുതിയിരിക്കുന്ന സാധനം മെയിൻ ഒബ്ജക്റ്റ്. അതായത് അമ്മ പറയുന്നു എന്തായാലും മാക്സിമം പച്ചക്കറി വാങ്ങി വരണം. അത് എത്രയും കൂടുതൽ പച്ചക്കറി വാങ്ങാൻ പറ്റുന്നോ ഈ തന്ന സംഭവത്തിൽ അടങ്ങുന്ന രീതിയിൽ അത്രയും വാങ്ങി വരണം. അപ്പോൾ അതാണ് നമ്മളിവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതായത് നമ്മളെ ഒബ്ജക്റ്റീവ് നമുക്ക് എന്താ, നമുക്ക് ഈ ഒരു സംഭവം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഭവം എന്താ, മീൻസ് നമ്മളെ മെയിൻ എയിം എന്താ. പക്ഷെ നമുക്ക് കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട്. അത് നമുക്ക് ഇതൊക്കെ സാധിച്ചപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ പറയുക, അത് മൊത്തം ആ ബാഗിൽ 15 കിലോ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാം കൂടി വാങ്ങിക്കഴിഞ്ഞാൽ 15 കിലോ കൂടുതൽ കഴിഞ്ഞാൽ ആ ബാഗ് പൊട്ടിപ്പോവും, വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ 15 കിലോ വരെ വെയിറ്റ് ചെയ്യുന്ന രീതിയിൽ വാങ്ങണം. അങ്ങനെ ആ തന്ന പൈസയിൽ ഒതുങ്ങുന്ന രീതിയിൽ വാങ്ങണം. അങ്ങനെയൊക്കെ. അപ്പം എങ്ങനെ നമുക്കത് ഒന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും? മീൻസ് നിങ്ങൾക്ക് തോന്നുന്നൊരു ഐഡിയ പറയൂ, എന്തെങ്കിലും ഒരു രീതിയിൽ. എന്തായാലും നമുക്ക് വാങ്ങേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയുള്ളൂ, പച്ചക്കറിയും അരിയും വാങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇതൊരു മാത്തമാറ്റിക്കൽ മോഡലായിട്ട് മാറ്റാൻ പറ്റും? ആ മോഡലിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്കൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ, ഒരു സിമ്പിൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഒരു എക്സാമ്പിൾ കാണാം. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? പ്രോബ്ലം മനസ്സിലായോ എല്ലാവർക്കും? പ്രോബ്ലം ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. സോ എങ്ങനെ നമുക്കിത് മോഡൽ ചെയ്തെടുക്കാൻ പറ്റും? ഹൗ യു ക്യാൻ മോഡൽ ദിസ് സിറ്റുവേഷൻ? ഞാൻ സിമ്പിളായിട്ടൊരു ഇത് പറയാം. ഓക്കെ, ഇതൊരു നമ്മളെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ്, ഇവിടെയുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു വന്നാൽ ഇതാണ്. അതായത് ഹൗ എഫക്റ്റീവ്ലി യു ക്യാൻ ഡു പർച്ചേസ് വിത്ത് മാക്സിമം വെജിറ്റബിൾസ്. ഓക്കെ, അത്
should be actually maximum vegetables. Okay, so ഇങ്ങനെ ചെയ്യാം, വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. x1 നമുക്ക് അതായത് എത്ര കെ ജി ഓഫ് അരി നമ്മൾ വാങ്ങിക്കുന്നു, ഓക്കെ, ഓഫ് പ്രൈസ് വി ആർ പർച്ചേസിങ്, അതാണ് x1 എടുക്കുക. x2 എന്ന് പറഞ്ഞാൽ എത്ര കെ ജി ഓഫ് വെജിറ്റബിൾസ് വി ആർ പർച്ചേസിങ്, ഓക്കെ, ഹൗ മെനി കെ ജി ഓഫ് വെജിറ്റബിൾസ് വി ആർ പർച്ചേസിങ് ഇസ് സപ്പോസ് x2, അത് x2 എന്ന് വിചാരിക്കാം. 1 കിലോ അരിക്കുള്ള പൈസ ഞാൻ പറഞ്ഞിരുന്നു 5 രൂപയാണ്, 1 കിലോ വെജിറ്റബിളിനുള്ള പൈസ 7 രൂപയെന്ന് പറഞ്ഞിട്ടായിരുന്നു. മൊത്തം നിങ്ങളുടെ കയ്യിൽ 100 രൂപ അമ്മ തന്നിട്ടുള്ളൂ. അപ്പം ആ പൈസയിൽ ഒതുങ്ങുന്ന രീതിയിൽ വാങ്ങണം. പിന്നെ എന്താ വെയിറ്റ് പറഞ്ഞാൽ ആ സഞ്ചീൻ്റെ വെയിറ്റ്, നിങ്ങളുടെ സഞ്ചീൻ്റെ വെയിറ്റ് 15 കിലോ ആണ്. സോറി, സഞ്ചീൻ്റെ വെയിറ്റ് അല്ല, സഞ്ചി താങ്ങുന്ന വെയിറ്റ്, അതിൽ കൂടുതൽ സാധനം ഇടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞൊരു എക്സ്ട്രാ കണ്ടീഷൻ ഞാൻ പറഞ്ഞു, വേറെ സഞ്ചി നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട, ഈ സഞ്ചിയിൽ മാത്രം സാധനം കൊണ്ടുവരും വേണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ ഞാനൊരു നമുക്ക് കൺസ്ട്രെയിൻസ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്ന, അല്ലെങ്കിൽ അർച്ചന വാങ്ങാൻ പോകുന്ന അരിൻ്റെ വെയിറ്റ് പറഞ്ഞാൽ x1 kg ആണ്. ഓക്കെ, x1 kg ഓഫ് അരി നമുക്ക് വാങ്ങിക്കണം. x2 kg ഓഫ് വെജിറ്റബിൾസും വാങ്ങിക്കണം. x2 kg ഓഫ് അത്രയും എമൗണ്ട് ഓഫ് വെജിറ്റബിൾസും വാങ്ങിക്കണം. അപ്പോൾ ഈ x1 x2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഈ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഈ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റിയത്? അപ്പോൾ ഞാൻ x1 ഒരു ഹിൻറ്റ് ഞാൻ പറഞ്ഞു. x1 നിങ്ങൾ കെ ജി ഓഫ് റൈസ് എടുക്കുക, x2 കെ ജി ഓഫ് വെജിറ്റബിൾസ് നമുക്ക് വാങ്ങേണ്ടത്. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ എങ്ങനെ നമുക്കൊന്ന് മോഡൽ എടുക്കാൻ പറ്റുക? ആർക്കും പറയാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾ. ഒന്ന് ട്രൈ ചെയ്യൂ. x1 ടോട്ടൽ 15 kg അല്ലേ വെയിറ്റ് പറ്റുള്ളൂ? അതെ. അപ്പോ x1 plus x2 ആണെങ്കിൽ അത് ഓക്കെ, ലെസ് ദാൻ ഈക്വൽ ടു 15 ആയിരിക്കണം. യെസ്, അത് കറക്റ്റ് ആണ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത ആൾ പറയും. അപ്പോൾ ഒന്ന് അഹല്യ പറഞ്ഞു, ഇനി അടുത്ത ആൾ പറയും. ഒരു കണ്ടീഷൻ ശരിയാണ്, അതായത് x1 നമ്പർ ഓഫ് കെ ജി ഓഫ് റൈസ് വാങ്ങുന്നു, x2 കെ ജി ഓഫ് വെജിറ്റബിൾ നമ്മൾ വാങ്ങണം. ഒബ്വിയസ്ലി നമ്മൾ സഞ്ചിൻ്റെ വെയിറ്റ് മാക്സിമം താങ്ങുന്ന 15 കിലോ ആണ്. അപ്പോൾ എന്തായാലും രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 15 കിലോ കൂടുതൽ പോകാൻ പാടില്ല. അതുകൊണ്ട് ലെസ് ദാൻ ഈക്വൽ ടു ആയിരുന്നു. ഒന്നെങ്കിൽ മാക്സിമം 15 രൂപ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ അത് വരെ ലെസ് ദാൻ 15 വാങ്ങിക്കാം. അപ്പോൾ ദാറ്റ്സ് ഗുഡ്. ഓക്കെ, ഗുഡ്. സോ നെക്സ്റ്റ് കൺസ്ട്രെയിൻറ്റ്, നമ്മൾ കൺസ്ട്രെയിൻസ് ആണ് കേട്ടോ, നമ്മൾക്കുള്ള പരിമിതികളാണ് നമ്മൾ എഴുതുന്നത്, കൺസ്ട്രെയിൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. 5x1 plus 7x2 less than or equal to 100. Yeah, 5x1 plus 7x2 should be less than equal to 100. വെരി ഗുഡ്. അതെന്താണ്? പൈസേൻ്റെ ആ ഒരു ലിമിറ്റാണ്. അത് അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ ആകെ 100 രൂപ തന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ x1 kg ഓഫ് അരി വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പൈസ പറഞ്ഞാൽ 5 ഇൻറ്റു x1 ആയിരിക്കും. x2 kg ഓഫ് വെജിറ്റബിൾ വാങ്ങി അതിൻ്റെ പൈസ എത്രയായിരിക്കും? 7 ഇൻറ്റു ആ x2 ആയിരിക്കും. അപ്പോൾ ആ മൊത്തം പൈസ എന്തായാലും ലെസ് ദാൻ ഈക്വൽ ടു 100 ആയിരിക്കും. നമുക്ക് അതിൽ എത്രയല്ലേ ഉള്ളൂ, നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് പേഴ്സൺ, അടുത്ത ആൾ പറയും. അപ്പോൾ 2 കൺസ്ട്രെയിൻസ് കിട്ടി. ഇത്രയും ഉണ്ടായിരുന്നല്ലോ കൺസ്ട്രെയിൻസ്. ഇനി എന്താ കൺസ്ട്രെയിൻസ്? നമ്മൾ വേറെ എന്തൊക്കെയാണ് പറഞ്ഞു? വെയിറ്റ് പറഞ്ഞു, പൈസ പറഞ്ഞു, അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കൺസ്ട്രെയിൻസ്? ആരോ ഒന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ക്ലിയർ ആവില്ല. കേട്ടില്ല. x1 മിനിമം 10 kg വേണ്ടേ? യെസ്, x1 ഷുഡ് ബി മിനിമം 10 kg. x1 എന്ന് പറഞ്ഞാൽ അരിൻ്റെ വെയിറ്റ് അമ്മ പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നീ വീട്ടിലെ വരുമ്പം ഒരു 10 കിലോ അരിയെങ്കിലും വാങ്ങി വരണം മിനിമം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? x1 ആണ് നമ്മൾ അരിൻ്റെ വെയിറ്റ്. അപ്പം അല്ല, x1 kg ആണ്. പിന്നെ അമ്മ പറഞ്ഞ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ? ഹൗ എഫക്റ്റീവ് യു ഹാവ് ടു പർച്ചേസ് വിത്ത് മാക്സിമം വെജിറ്റബിൾസ്. മാക്സിമം വെജിറ്റബിളും വാങ്ങണം. അപ്പോൾ എന്തായിരിക്കും നമ്മളെ ഒബ്ജക്റ്റീവ് ഇവിടെ? മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് ഇതൊക്കെ കൺസ്ട്രെയിൻസ് അമ്മ പറഞ്ഞു. പക്ഷേ ഏറ്റവും അവസാനം അമ്മ പറയുന്ന കാര്യം ഇത് എന്തായാലും അത് മാക്സിമം പറ്റുന്നത്രയും പച്ചക്കറിയും വാങ്ങി വരണം എന്ന് പറയുന്നത് മാക്സിമം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു എയിം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് മാക്സിമം പച്ചക്കറി വാങ്ങണം. അപ്പോൾ പച്ചക്കറീൻ്റെ വെയിറ്റ് എത്രയാണ്? x2 ആണ് അല്ലേ? അപ്പോൾ മാക്സിമം x2, മാക്സിമൈസ് x2. ഇത് മിനിമൈസേഷൻ പ്രോബ്ലം ഉണ്ട്, മാക്സിമൈസേഷൻ പ്രോബ്ലം ഉണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലം നമുക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാറ്റി പറയാമായിരുന്നു, വേറെ ഇതിലും ഒക്കെ നമുക്കിത് മാറ്റിയെടുക്കാം. പക്ഷേ ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ മാക്സിമൈസ് x2, വെയിറ്റ് ഓഫ് വെജിറ്റബിൾ കൂട്ടുക, അതായത് മാക്സിമം വെജിറ്റബിൾ വാങ്ങിക്കുക ഇൻ സച്ച് എ വേ ദാറ്റ്
and this constraint should be satisfied. Constraints എന്തൊക്കെയാണ്? x1 plus x2 less than equal to 15, 5x1 plus 7x2 less than equal to 100, and x1 should be greater than equal to 10. വേറെ എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഇതിനകത്ത് ഉണ്ടോ? ജനറലായിട്ട് നമുക്ക് രണ്ടെണ്ണം പറഞ്ഞൂടെ? x1 x2 എന്തായാലും greater than equal to 0 ആയിരിക്കില്ലേ? സോറി, ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നു എഴുതുമ്പോൾ. അതായത് x1, x2 രണ്ടും greater than equal to 0 ആയിരിക്കില്ലേ? നെഗറ്റീവ് അരി നമ്മൾ വാങ്ങിക്കുമോ? -1 കിലോ അരി നമ്മൾ വാങ്ങിക്കില്ലല്ലോ. അതുപോലെ -0.5 kg നമ്മൾ വെജിറ്റബിൾ വാങ്ങിക്കില്ല. എല്ലാം എന്തായാലും ഇറ്റ് ഷുഡ് ബി ആക്ച്വലി എ നോൺ നെഗറ്റീവ് റിയൽ നമ്പർ, ഇതിൻ്റെ. ശരിക്കും ഇവിടെ റിയൽ നമ്പർ എന്നൊക്കെ പറയാം, പക്ഷെ നമുക്കത് അത്ര നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് വാങ്ങിക്കാം. അപ്പോൾ ഞാൻ പറയുകയാണ് 1.537 കിലോ അരി വാങ്ങണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നടക്കും. കാരണം നമുക്ക് മറ്റേ വെയിങ് മെഷീൻസ് അങ്ങനത്തെ ഉണ്ടല്ലോ, അല്ലേ? ഓക്കെ. അപ്പം അത് അതിൻ്റെ ചെറിയ ചെറിയ ഫോൾട്ടുകൾ ഉണ്ടാകും. നിങ്ങളത് ജസ്റ്റ് എന്താ പറയുക, ഒഴിവാക്കിക്കളയാം, അത്രേ ഉള്ളൂ. നമുക്ക് നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കുക എന്നാണ്. അതാണ് ഞാൻ ഈ എക്സാമ്പിൾ തരാൻ കാരണം. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ എക്സാമ്പിൾ എങ്ങനെയൊക്കെ വരും. അതായത് 5.737 ആണ് x1ൻ്റെ വാല്യൂ, x2ൻ്റെ വാല്യൂ 4 പോയിന്റ് സംതിങ് എന്നൊക്കെ കിട്ടും. അപ്പം അതിൻ്റെ മീനിങ് നമ്മളിത് ഇങ്ങനെ കറക്റ്റ് എണ്ണി നോക്കി നമ്മൾ വാങ്ങിച്ച് പോവുക, വീട്ടിലേക്ക് ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ഇത് ജസ്റ്റ് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടി തന്നൊരു എക്സാമ്പിളാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഇതൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമാണ്. മാക്സിമൈസേഷൻ പ്രോബ്ലമാണത്. മാക്സിമൈസ് സം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സബ്ജക്റ്റ് ടു സം കൺസ്ട്രെയിൻസ്, കുറച്ച് കൺസ്ട്രെയിൻസ്. ഇത് നമ്മൾ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയും. അത് പല പ്രോബ്ലംസിലും ഡിപ്പെൻഡ് ചെയ്യും. ചില പ്രോബ്ലംസിൽ നോൺ നെഗറ്റീവ് ആയിക്കോണമെന്നില്ല വാല്യൂസ്, നമ്മൾ അൺറിസ്ട്രിക്റ്റഡ് ആവാം, അങ്ങനെ കുറേ അൺഡിഫൈൻഡ് ആവാം, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. ഇത് നമ്മൾ എഴുതിയിരിക്കുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഓക്കെ. അപ്പം ഇത് സോൾവ് ചെയ്യാൻ പല ടെക്നിക്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ നിങ്ങൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് വെച്ചാൽ ഇതല്ല. ഇതിലേക്ക് എത്തുന്നതിന് മുമ്പേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ബ്രഷപ്പ് ചെയ്യാണ്ട്. അതായത് നമ്മൾ ഇത് സോൾവ് ചെയ്തെടുക്കാൻ നമ്മൾ ശരിക്കും ഉപയോഗിക്കാം ബേസിക് ആയിട്ടുള്ള ടെക്നിക്ക് വന്നാൽ. ഇപ്പോൾ 2 വേരിയബിൾസ് ഒക്കെ ഉള്ള 2 വേരിയബിൾ വരുന്ന കേസാണെങ്കിൽ, ഇപ്പോൾ ഇതിലിപ്പോൾ 2 വേരിയബിൾസ് ഉള്ളൂ, x1 x2. അപ്പോൾ ഇങ്ങനത്തെ വേരിയബിൾസ് വരുന്ന കേസുകളിൽ നമ്മൾ എടുക്കുക സാധാരണ ഒരു ഗ്രാഫ് തിയററ്റിക്കൽ മെത്തേഡ് ഉണ്ട്, സിമ്പിളായിട്ടൊരു മെത്തേഡ്. അതായത് R2 നമ്മൾ നമുക്ക് ഇതിനൊക്കെ ലൈൻസ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻസ് ഒക്കെ വരയ്ക്കും. അങ്ങനെ x1 കിട്ടുമെങ്കിൽ 10, x1 10 കൂടുതൽ, അങ്ങനെയൊക്കെ നമുക്കൊരു ഏരിയ കിട്ടും. അതായത് ഞാൻ പറയാം എന്നിട്ട് നമുക്ക് അതിലേക്ക് പോകാം, ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. ഇതാണ് നമ്മളെ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ്. ഓക്കെ. അപ്പം നമ്മൾ ഗ്രാഫ് തിയററ്റിക്കൽ മെത്തേഡ് ഞാൻ പിന്നെ എന്തായാലും നമ്മളൊന്നുകൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഗ്രാഫ് തിയററ്റിക്കൽ മെത്തേഡ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സംഭവം സിമ്പിളാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇതിൽ x1 plus x2 less than equal to 15 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ കൺസ്ട്രെയിൻസ് ഒക്കെ നമ്മൾ, അതായത് ഈ x1 x2 സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ വാല്യൂസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ഓക്കെ. എന്നിട്ട് നമ്മൾ മാക്സിമം x2 കിട്ടുന്ന ആ വാല്യൂ എവിടെയാണ് വരുന്നത്, ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ കൊണ്ട് എവിടെയാണ് വരുന്നത്, അതാണ് നമ്മൾ ഉത്തരമാക്കി എടുക്കുക. അപ്പോൾ x1 plus x2 less than equal to 15 എന്ന് പറഞ്ഞാൽ ഈ ലൈനിന് നമ്മൾ ഈ ഇനീക്വാളിറ്റി നമ്മൾ ആദ്യം ഇക്വാളിറ്റി ആക്കി എഴുതും. x1 plus x2 equal to 15 എന്ന് എഴുതും. ഓക്കെ. ആ ലൈൻ എങ്ങനെ ഉണ്ടാവുക അവിടെ? അതായത് നമ്മളിപ്പം ഈ ലൈൻ എങ്ങനെ വരയ്ക്കാം? ഇതിന് നമ്മൾ x1 ഇപ്പോൾ 0 കൊടുത്തു കഴിഞ്ഞാൽ x2 എന്താവും? 15 ആവും, അല്ലേ? 0 plus 15 അല്ലേ 15 വരിക. അപ്പം x1 ഞാൻ 0 കൊടുത്തിട്ട് ഇത് x1 എടുക്കുക. ഓക്കെ. ഇത് x2ൻ്റെ ആക്സിസ് എടുക്കുക. x2 15. അപ്പം എന്താ വരിക? അപ്പോൾ പോയിന്റ് എന്താ വരിക? 0 15. x1 0 എടുക്കുക, x2 15 എടുക്കുക. അപ്പോൾ 0 15 എന്നാൽ ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം 0 15 എന്ന പോയിന്റ് സപ്പോസ് ഇവിടെയാണെന്ന് കഴിക്കുക, 0 15 എന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. ഇനി നിങ്ങൾ അതുപോലെ ഞാൻ x1 15 എടുത്താൽ x2 എന്താവും ഷാനിബ? x1 15 എടുത്താൽ x2 എന്താവും? ഷാനിബ അല്ല അവിടെ? ഷാനിബ PT എന്താ വരിക? x1 15 എടുക്കുകയാണ് വാല്യൂ. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ x2ൻ്റെ വാല്യൂ എന്താ വരിക? ഒന്നുമില്ല, നമുക്ക് ഈ ലൈൻ വരയ്ക്കണം. അത് നമ്മളെ പരിപാടി. ലൈൻ വരയ്ക്കാൻ നമ്മൾ 2 പോയിന്റ്സ് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. ഷാനിബ അല്ലേ? ഷബാന? 0. Yeah, 0. So if you give 0, we'll get exactly satisfied. അപ്പോൾ 15 0 എന്ന പോയിന്റ് ഞാൻ എടുത്തു. ഇപ്പോൾ നമുക്ക് 2 ലൈൻ കിട്ടിയാൽ നമുക്ക് ഒരു പോയിന്റ് പോലെ 2 ലൈൻ കിട്ടിയാൽ നമുക്ക് ആ ലൈൻ വരയ്ക്കാൻ പറ്റും, അല്ലേ? നമുക്ക് ലൈൻ വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ലൈൻ വരച്ചു. അതുപോലെ നമ്മൾ ഇത് വരയ്ക്കണം. അതായത് 5x1 plus 7x2 equal to 100. 5x1 plus 7x2 equal to 100 ആക്കി. അത് ഈ ഇക്വാലിറ്റി ആക്കുക, എന്നിട്ട് സോൾവ് ചെയ്യുക. അങ്ങനെ നമുക്ക്
ഈ ലൈൻ, ഇതിൻ്റെ ലൈൻ വരയ്ക്കുക. ഇത് നമുക്ക് എന്തൊരു ലൈൻ കിട്ടും, സം ലൈൻ വിൽ ഗെറ്റ് സം ലൈൻ വിൽ ഗെറ്റ്. അതുപോലെ x1 > 10 എടുക്കുക. അപ്പോൾ x1 > 10 ഒരു, അപ്പോൾ x1 ഇവിടെ 10 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് x1 > 10 ഒരു റീജിയൻ വരും. അപ്പോൾ x1 = 10 വരയ്ക്കുക. അങ്ങനെ ഇതെല്ലാം വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന, അത് ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന x1 x2ൻ്റെ പെയർ കണ്ടുപിടിക്കണം. അത് നമ്മൾക്കുള്ള വർക്ക് അതാണ് ശരിക്കും. അപ്പോൾ ഈ x1 x2ന് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന പെയർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ x1 + x2 ≤ 15 ആയിരിക്കണം. അപ്പോൾ ഇതായിരുന്നു നമ്മൾ വരച്ച ലൈന്. അതായത് ഈ ലൈനായിരുന്നു നമ്മൾ x1 + x2, അതായത് ഈ കാണുന്ന ലൈനായിരുന്നു x1 + x2 = 15 എന്ന് പറഞ്ഞത്. അപ്പം x1 + x2 ≤ 15 ആണെങ്കിൽ ആ x1 x2 പറഞ്ഞ പെയർ ഈ ലൈനിൻ്റെ ഈ ഭാഗത്ത് വരുമോ അതോ ഈ ഭാഗത്ത് വരുമോ? ഈ ലൈൻ രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഇങ്ങോട്ടും ഉണ്ട് ലൈനിൻ്റെ ഭാഗങ്ങൾ, ഇപ്പുറത്തേക്കും ഉണ്ട്. ഈ x1 x2 എവിടെ വരണം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ? ഇതാണ് നമ്മുടെ ലൈൻ x1 + x2. ഇതാണ് നമ്മുടെ ലൈൻ x1 + x2 = 15 എന്നുള്ള ലൈൻ. ഈ ലൈനിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരണോ താഴെ ഭാഗത്തേക്ക് വരണോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ? എവിടേക്കാ? യെസ്, താഴെ വരണം. ജസ്റ്റ് 2 വാല്യൂ ഇട്ട് നോക്കിയാൽ മതി. കാരണം ഇവിടെ ഒരു പോയിന്റ്, ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഇടാണെങ്കിൽ 0 0 ഇട്ട് വെക്കുക. 0 0 ഇട്ട് എന്താ 0 + 0 = 15 ശരിയാണ്. അപ്പോൾ എന്തായാലും താഴോട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ താഴോട്ട് വരും, ഈ ലൈനിൻ്റെ താഴോട്ട് വരും. അതുപോലെ ഈ കണ്ടീഷൻ നോക്കുക. അപ്പോൾ ഈ ലൈൻ സപ്പോസ് ഇതാ, ഞാൻ വരച്ചതാന്ന് വിചാരിക്കുക. അവിടെ എന്ത് വരും? ഈ x1 x2 ഏതൊക്കെയായിരിക്കും? അതായത് x1 x2 പെയർ കണ്ടുപിടിക്കണം വിച്ച് സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ 5x1 + 7x2 ≤ 100. അങ്ങനെ ആകുമ്പം എന്ത് വരും? അതും ഈ ലൈനിൻ്റെ, ഈ തന്നിരിക്കുന്ന ലൈനിൻ്റെ താഴോട്ട് വരും. അത് ഈ ലൈനിൻ്റെ താഴോട്ട് വരും, ഇങ്ങനെ വരും. ഓക്കെ, അതുപോലെ പിന്നെയുള്ള സംഭവം എന്താ നമുക്കുള്ളത്? നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? x1 > 10. അതെവിടെയാണ് വരിക പോയിന്റ്സ്? ഇതാണ് നമ്മൾ x1 = 10 എന്നുള്ള ലൈൻ. x1 = 10 എന്ന് പറഞ്ഞ ലൈന് ഇതാണ് ലൈന്, x1 = 10. ഓക്കെ, ഈ കാണുന്ന ലൈനാണ് x1 = 10. അപ്പം ഇത് x1 > 10 എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് പോകുമ്പോൾ x1 > 10 ആവുന്ന ഇങ്ങോട്ട് വരുന്ന എല്ലാ പോയിന്റ്സും. ഇവിടെ പോയിന്റ് എടുത്ത് എന്താ വരിക? ഈ പോയിന്റ് എന്തായിരിക്കും? അതൊരു വാല്യൂ x1, 0 ആണ്. ആ x1 എന്തായിരിക്കും? എന്തായാലും 10 കൂടുതലായിരിക്കില്ലേ? ഇവിടെ 10 വരുന്നത്, ഞാൻ മാർക്ക് ചെയ്ത ഇവിടെ 10. അപ്പം ഇവിടേക്ക് വരുന്ന പോയിന്റ്സ് ആണ്, അതായത് x1 > 0 പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ x1 x2 വിച്ച് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ x1 > 10. അതെല്ലാം ഈ ഭാഗത്തേക്ക് വരും. അങ്ങനെ ഈ എല്ലാ കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റീജിയൻ ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്, ഇതും കൂടി ഉണ്ട്. x1 x2 രണ്ടും പോസിറ്റീവ് ആയിരിക്കും. ഏതാ വരിക? x1 പോസിറ്റീവ് ആണ്, എങ്ങോട്ടാണ് വരിക? x1 പോസിറ്റീവ് ആകുമ്പോൾ റീജിയൻ ഏതാ? ഈ നമ്മളെ ലൈൻ ഇങ്ങോട്ട് ഇങ്ങനെ അല്ലേ, മൊത്തം പോയിന്റ്സ് ഈ ഭാഗത്തേക്ക് വരുന്ന എല്ലാ ഈ റൈറ്റ് സൈഡ് പ്ലെയിൻ കംപ്ലീറ്റ്ലി വരും. പിന്നെ x2 > 0 പറഞ്ഞാൽ മുകളിലോട്ട് അല്ല, x2 ആക്സിസ് പോസിറ്റീവ് ആവുന്ന റീജിയൻ. അത് ഒന്നുകൂടി പറയാം കുറച്ച് കഴിഞ്ഞിട്ട്. ജസ്റ്റ് എനിക്ക് ഈ പ്രോബ്ലം ഒരു അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോയാൽ നമുക്കൊരു ഒരു മോട്ടിവേഷൻ കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് പിന്നീട് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്തു ഗ്രാഫിക്കൽ രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്ത് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ. കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് പറയുന്നുള്ളൂ. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ മോഡ് എടുക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനാണ് വരിക. നമ്മളെ ഈ പോസിറ്റീവ് രണ്ട് എക്സും വൈയും പോസിറ്റീവ് ആവുന്ന ഈ ഫുൾ പ്ലെയിനാണ് നമ്മളെ ഇതിൽ വരിക, ഈ കണ്ടീഷനിൽ വരിക. അപ്പോൾ ഈ എല്ലാ കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ചെറിയ റീജിയൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഇതിനകത്ത്. ഇതിപ്പോൾ ഞാൻ വരച്ചതെന്ന് കറക്റ്റ് അല്ല, കറക്റ്റ് നമ്മൾ വരച്ച് ചെയ്ത് നമുക്ക് ചെറിയൊരു പെട്ടി പോലത്തെ റീജിയൻ കിട്ടും, ഒരു പോളിഗൺ പോലത്തെ സാധനം കിട്ടും. സപ്പോസ് ആ പോളിഗൺ ഇതാണെന്ന് വിചാരിക്കുക, ഉണ്ടോ? ഞാൻ ഈ ഗ്രീനിൽ ഷെയ്ഡ് ചെയ്യുന്ന സാധനമാണെന്ന് വിചാരിക്കുക. ആ പോളിഗൺ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഈ പോയിന്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ പോളിഗൺ ഇതാണെന്ന് വിചാരിക്കാം. അത് ഈ എല്ലാ കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്മൾ ആ കോമൺ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ആ റീജിയനാണ് നമ്മൾ ശരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കും ഫീസിബിൾ റീജിയൻ എന്ന് പറയും. അതായത് ഈ കൺസ്ട്രെയിൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ റീജിയൻ നമ്മൾ ഫീസിബിൾ റീജിയൻ എന്നൊക്കെ പറയും കുറച്ച് കഴിഞ്ഞിട്ട്. നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ പറയുക ഇതിലുള്ള എല്ലാ പോയിന്റ്സും, അതായത് ഈ കാണുന്ന നമ്മുടെ അടുത്തുള്ള ഈ പെട്ടി പോലത്തെ സാധനത്തിനകത്തുള്ള എല്ലാ പോയിന്റ്സും എന്താണ്, ഈ എല്ലാ കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ നമ്മൾ ഒബ്ജക്റ്റീവ് എന്താ? മാക്സിമൈസ് x2 മാക്സിമം വാല്യൂ കിട്ടുന്ന ആ പോയിന്റ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് എവിടെ ആയിരിക്കും? ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് എവിടെയായിരിക്കും. ഇതാണ് നമ്മളെ റീജിയൻ. ഇങ്ങനെ സപ്പോസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം, എക്സാക്ട്ലി അല്ല എന്നാലും ഇങ്ങനെ വിചാരിക്കാം. ഓക്കെ, അപ്പം എവിടെയാണ് വരിക? എവിടെയാണ് വരിക? ഇതാണ് നമ്മളെ റീജിയൻ. ഓക്കെ,
അപ്പം മാക്സിമം x2ൻ്റെ ആക്സിസ് ഏതാ? ഇതാണ് x2ൻ്റെ ആക്സിസ്, ഇതാണ് x2ൻ്റെ ആക്സിസ്. ഈ പോയിന്റ് അല്ലേ വരിക, ഇവിടെ ഒരു പോയിന്റ് അല്ലേ വരിക, ഇവിടെ അല്ലേ x2. ഈ ഒരു പെട്ടിക്കകത്ത് x2 ഏറ്റവും കൂടുതൽ മാക്സ് വാല്യൂ എടുക്കുന്ന എവിടെയാണ്? ഈ പോയിന്റിലാണ് അല്ലേ. ഇവിടെ x1 10 ആകുമ്പോഴും ഇവിടെ ഏതൊരു വാല്യൂ വരും, ഇവിടെ ഒരു വാല്യൂ വരും. ആ വാല്യൂ നമുക്ക് കിട്ടേണ്ട x2. ഓക്കെ, ആ ഈ വാല്യൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ശരിക്കും ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക. അതായത് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നോക്കുക, നമ്മൾ ഒബ്ജക്റ്റീവ് എന്താ നോക്കുക അതിനനുസരിച്ച് 10 5 ആണോ അത് എക്സാക്ട്ലി? അത് നോക്കണം. അത് നമ്മൾ ശരിക്കും ഈ പോയിന്റ് ഞാൻ വരച്ചപ്പോൾ നമ്മൾ ഈ ലൈനും കറക്റ്റല്ല നമ്മൾ വരച്ചത്. ഏകദേശം അങ്ങനെ വരുന്നുള്ളൂ. പക്ഷെ അത് എക്സാക്ട്ലി കറക്റ്റ് മാർക്ക് ചെയ്യാൻ നമുക്ക് ആ പോയിന്റ്സ്, നമ്മൾ പോയിന്റ്സ് കാണാൻ അങ്ങനെയൊന്നുമില്ല, ഈ ഇന്റർസെക്ഷൻ നോക്കും. അതായത് ഇപ്പോൾ x=10 എന്ന ലൈനും ഈ ലൈൻ ഇന്റർസെക്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് കിട്ടും. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ശരിക്കും ഇത് സോൾവ് ചെയ്തെടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിന് മുമ്പ് പഠിക്കാനുണ്ട്. അതായത് ഈ സൊല്യൂഷൻസ് വരിക ഈ പോളിഗൺസിൻ്റെ ഓരോ എൻ പോയിന്റ്സിലാണ് മാക്സിമം സൊല്യൂഷൻസ് അറ്റൈൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ റിസൾട്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് എത്തുള്ളൂ. ഇങ്ങനെയാണ് സംഭവം ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. അപ്പോൾ കൺസ്ട്രെയിൻസ് ഒക്കെ നോക്കുക, എന്നിട്ട് അതിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സസൈസ് ഒക്കെ x1 x2 പെയർസ് കണ്ടുപിടിച്ചിട്ട് നമ്മളത് സോൾവ് ചെയ്യാം. പക്ഷേ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിൽ 2 വേരിയബിൾ മാത്രമല്ല വരിക ശരിക്കും. 2 3 4 5 10 15 20 ഒക്കെ വരാം. അപ്പോൾ ഒരു 3 വേരിയബിൾ 4 വേരിയബിൾ വരെയുള്ളൊക്കെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്നായിട്ട് നമുക്ക്, പെട്ടെന്നായിട്ടൊന്നല്ല, സമയമെടുക്കും. അതിന് കുറേ ടെക്നിക്സ് ഉണ്ട്. അതിനാണ് നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറയാം. അങ്ങനെ ടെക്നിക്കാണ് നമ്മൾ പഠിക്കുക. അത് ഫസ്റ്റ് മൊഡ്യൂളിലും സെക്കൻഡ് മൊഡ്യൂളിലും ഏകദേശം അതിൻ്റെ ഡോമിനേഷൻ കൂടുതലാണ്. അത് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം അതാണ്. സിംപ്ലക്സ് മെത്തേഡ് ഉണ്ട്, അത് ശരിക്കും നമ്മൾ യൂസ് ചെയ്യും. ആ സിംപ്ലക്സ് മെത്തേഡിൽ 2-3 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ നോക്കുക. അതായത് ഡിഫറെൻറ്റ് പ്രോബ്ലംസ്, ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിംപ്ലക്സ് മെത്തേഡ്സാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഏകദേശം നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ പകുതി വരെ ഇതന്നെ ഉള്ളൂ. ഓക്കെ, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ഈ പേപ്പറിൽ പകുതിയോളം പഠിക്കാനുള്ളൊരു കാര്യം. ഇതിൻ്റെ പല വേർഷൻസാണ് ഇങ്ങനത്തെ പ്രോബ്ലംസിൻ്റെ. അപ്പോൾ 2 വേരിയബിൾ നമുക്ക് ഈ സിമ്പിളായിട്ട് ഗ്രാഫിക്കൽ ടെക്നിക്കിൽ ഇതുപോലെ സോൾവ് ചെയ്യാം. പക്ഷേ 3 വേരിയബിൾ വരുമ്പോഴോ അല്ലെങ്കിൽ 4 വേരിയബിൾ വരുമ്പോഴോ ഒക്കെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ സിംപ്ലക്സ് മെത്തേഡ് എന്ന മെത്തേഡ് പഠിക്കും. അത് വെച്ച് നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മളെ പരിപാടി. സോ അതാണ് ചെറിയൊരു മോട്ടിവേഷൻ. അപ്പോൾ നമ്മൾ ചെറിയൊരു പ്രോബ്ലം എടുത്തു. നമ്മൾ വി ഹാവ് ടേക്കൺ എ സ്മോൾ പ്രോബ്ലം ആൻഡ് വി ജസ്റ്റ് ട്രൈ ടു സോൾവ് ഇറ്റ്. നമുക്ക് ചെറിയൊരു ആൻസർ കിട്ടിയില്ല, എക്സാക്റ്റ് കിട്ടിയില്ല, അത് ചെയ്തൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മോഡൽ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞു, ഇതുപോലത്തെ പല സിറ്റുവേഷൻസും ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനത്തെ പൊസിഷൻസും കുറവാണ്. അതായത് ഓപ്പറേഷൻസ് റിസർച്ച് വിങ് തന്നെ പല കമ്പനീസിനും ഉണ്ട്. അതായത് പല കമ്പനീസും പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഒരു വർഷം ഒരു കമ്പനി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് കിട്ടിയില്ല. അത് ഒരു ഇൻ്റർനാഷണൽ കമ്പനിയായിരുന്നു. ഞാൻ PG കഴിഞ്ഞപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഓറൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയത്ത് അപ്ലൈ ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷേ കിട്ടിയില്ല, എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല. അത് അവരെ വിങ് പറഞ്ഞാൽ ഓപ്പറേഷൻസ് വിങ് മാത്രമാണ്. അത് ക്വാളിറ്റി കൺട്രോൾ വിങ് എന്നൊരു സംഭവം ഉണ്ടാകും ഈ ഓരോ കമ്പനീസിൽ. അപ്പം അതിൽ വരുന്ന സംഭവം, അതിൽ ഇങ്ങനത്തെ ഒരുപാട് സംഭവം നമുക്ക് യൂസ് ചെയ്യും നമ്മൾ. അപ്പോൾ ഇതുപോലെ ഇത് മാത്രമല്ല, വേറെ നമ്മൾ ഷെഡ്യൂളിംഗ് ഉണ്ട്. അതായത് ഒരു 100 ആൾ നിങ്ങളുടെ കയ്യിലുണ്ട്, ഒരു 60 മെഷീൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ഈ 100 ആളെ നിങ്ങൾക്ക് ഈ 60 മെഷീൻസിലേക്ക് അസൈൻ ചെയ്യണം. പക്ഷേ ഇൻ സച്ച് എ വേ ദാറ്റ് നിങ്ങൾക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടണം, കറണ്ട് കുറയണം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഒരു കമ്പനിക്ക് ഇപ്പം നല്ല രീതിയിൽ നടന്നു പോകണമെങ്കിൽ അവരെ എക്സ്പെൻസ് കുറയണമല്ലോ, നമ്മൾ ചിലവാക്കുന്ന പൈസ കുറയണമല്ലോ. അപ്പോൾ ആ രീതിയിൽ എങ്ങനെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം, അതായത് എങ്ങനെ നമുക്ക് ഈ ആൾക്കാരെ ഏതേത് മെഷീൻസിലേക്ക് എത്ര സമയം വെച്ച് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം, അങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ അസൈൻമെൻറ്റ് പ്രോബ്ലംസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ജോബ് ഷെഡ്യൂളിംഗ് പ്രോബ്ലംസ് എന്നൊക്കെ പറയും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്കുണ്ട് ഇതിൻ്റെ അകത്ത്, ഈ ഓവറിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യാം. എക്സാക്ട്ലി വി ഗോ ആൻഡ് അപ്ലൈ, പ്രാക്ടിക്കലി വി ക്യാൻ യൂസ് ഇറ്റ്. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വരുന്നൊരു ഏരിയ ആണിത് ശരിക്കും. ഓക്കെ, പക്ഷേ ക്വാളിറ്റി കൺട്രോൾ വിങ്സ് കുറവാണ് നമ്മളെ ഇന്ത്യൻ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ, വളരെ കുറവാണ്. പക്ഷെ എന്നാലും പുറമേയൊക്കെ നല്ലോണം ഉണ്ട്. ഇതിന് നല്ലൊരു സ്കോപ്പുള്ള ഒരു സബ്ജക്റ്റാണിത്. ഓക്കെ, പക്ഷേ ഇനി ഞാൻ പറഞ്ഞു, ഈ ഒരു ഫീസിബിൾ റീജിയൻ പറഞ്ഞല്ലേ, നേരത്തെ പറഞ്ഞ ഫീസിബിൾ റീജിയൻ, ഈ ഫീസിബിൾ റീജിയനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം പഠിക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ സബ്ജക്റ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം കുറച്ച് ബേസിക്സ് നമുക്ക് ചെയ്യാനുണ്ട്. നിങ്ങളെ സിലബസിൽ ആദ്യം ഞാൻ കണ്ടത് എന്താണ്, കോൺവെക്സ് ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്, കണ്ടോ. അതായത് യു ഹാവ് ഗിവൺ ദാറ്റ് കോൺവെക്സ് ഫങ്ഷൻസ് ലീനിയർ പ്രോഗ്രാമിംഗ്, ഇതാണ് ഫസ്റ്റ്. അത് ചാപ്റ്റർ 2 സെക്ഷൻ 11 and 12. ഇതാണ് നമ്മൾ ആദ്യം നോക്കുക. ഇത് കുറച്ച് ബേസിക് ഡെഫിനേഷൻസ് തന്നെ കാര്യമായിട്ടുള്ളൂ. പിന്നെ എന്താ കോൺവെക്സ് ഫങ്ഷൻ എന്ന് നോക്കുക, അതൊക്കെ തന്നെ ഉള്ളൂ അതിനകത്ത്. പിന്നെ ബേസിക്കലി ചാപ്റ്റർ 3 ആണ് 1 to 15. എല്ലാ 15 സെക്ഷനും ഉണ്ട്. 17 സെക്ഷൻ ഫ്രം
1 to 15 17 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാപ്റ്റർ 3 18 to 20 22 വരെ ഉണ്ട്. അത്രയും ഇത് തന്നെയാണ്. പിന്നെ ചാപ്റ്റർ 4 ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം വരുന്നത് 1 to 11 13. ഓക്കെ. പിന്നെ ഇതിൽ ഇൻറ്റജർ പ്രോഗ്രാമിംഗ് സെൻസിറ്റിവിറ്റി അനാലിറ്റിക്സ് ആണ് കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള സാധനം. പിന്നെ ഇത് സിമ്പിളാണ്. ഈ ഫ്ലോ ചാർട്ട് ഈ നെറ്റ്വർക്ക് തിയറിയിൽ വരുന്ന ഗെയിം തിയറി അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ. സോ വിൽ ജസ്റ്റ് മൂവ് ഓൺ ടു ദ സ്മോൾ നമുക്ക് വേണ്ട ചെറിയ കുറച്ച് ബ്രഷിംഗ് അപ്പ് നമുക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് നോക്കാം. ഈ ഒരു പോളിഗൺ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? ഈ ഒരു പോളിഗൺ ഞാൻ ഇവിടെ വരച്ച ഈ പോളിഗൺ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതൊരു പോളിഗൺ ടൈപ്പ് ഷേപ്പാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. അതായത് ഈ ഒരു പോളിഗണിൽ നമുക്ക് കിട്ടിയ ഈ ഫീസിബിൾ റീജിയൻ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അതുമ്പോൾ പിന്നെ പറയുന്നതിനും പറയാം. ഈ ഫീസിബിൾ റീജിയൻ ഇതാണ് നമ്മളെ ഫീസിബിൾ. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ കിട്ടിയ ഭാഗമാണ് നമ്മളെ ഫീസിബിൾ റീജിയൻ. അതായത് ഈ പോർഷനിലുള്ള എല്ലാ x1 x2 നമുക്കുള്ള ഫീസിബിൾ സൊല്യൂഷൻസ് ആണ്. ഫീസിബിൾ സൊല്യൂഷൻസ് പറഞ്ഞാൽ കൺസ്ട്രെയിൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആണ് നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻസ് എന്ന് പറയാം. അപ്പം എല്ലാം ഫീസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. ഫീസിബിളിൻ്റെ മെയിൻ മീനിങ് എന്താ? അത് ഓക്കെ ആവുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ ഒരു പോളിഗൺ, ഈ പോളിഗൻ്റെ അകത്ത് ഞാൻ സപ്പോസ് ഒരു പോയിന്റ് ഇവിടെ എടുത്തു, വേറൊരു പോയിന്റ് ഇവിടെ എടുത്തു. ഈ 2 പോയിന്റ് നമ്മൾ ഞാൻ ഒരു ലൈൻ ജോയിൻ ചെയ്തു. ഈ ലൈൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈനിലുള്ള എല്ലാ പോയിന്റ്സും ഈ പോളിഗൺ തന്നെ ഉണ്ടോ? ഈ ലൈനിൽ ഞാൻ വരയ്ക്കുന്ന എല്ലാ പോയിന്റ്സും ഈ പോളിഗണിൽ തന്നെ ഉണ്ടോ? ഉണ്ട്. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ പോളിഗണിൽ എവിടെ 2 പോയിന്റ്സ് എടുത്താലും നിങ്ങൾ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ഈ പോളിഗണിൻ്റെ അകത്ത് തന്നെ ഉണ്ടോ? ഈ 2 പോയിന്റ്സ് അല്ലാണ്ട് നിങ്ങൾ ഈ ഞാൻ തന്നിരിക്കുന്ന പോളിഗണിൽ എവിടെയാണ് വരച്ചത്? എവിടെ 2 പോയിന്റ്സ് ഉണ്ട്? കോൺവെക്സ് ആണ് പറയുന്നത്. അതെ. അത് കോൺവെക്സ്. ഇതൊരു കോൺവെക്സ് എന്താണ്? ഇറ്റ്സ് ആക്ച്വലി എ കോൺവെക്സ് സെറ്റ് ഇൻ R2 അല്ലേ? R2 ഒരു കോൺവെക്സ് സെറ്റ് ആണ്. അപ്പോൾ നമ്മളെ ഈ സൊല്യൂഷൻ സ്പേസ് അല്ലെങ്കിൽ ഈ ഫീസിബിൾ സൊല്യൂഷൻ ശരിക്കും ഒരു ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ സെറ്റ് ശരിക്കും ഒരു കോൺവെക്സ് സെറ്റ് ആയിരിക്കും. അതൊക്കെ നമുക്ക് പിന്നെ നമ്മൾ പറയും. അപ്പോൾ നമുക്ക് അത് കുറച്ച് നോക്കാണ്ട് എന്താണ് ഈ കോൺവെക്സ് സെറ്റ്. ആ ഡെഫിനിഷൻസ് ഒക്കെ എനിക്ക് കുറച്ചൊക്കെ അറിയണ്ടാവും. എന്നാലും നമുക്ക് ജസ്റ്റ് അതൊന്ന് പെട്ടെന്ന് ബ്രഷപ്പ് ചെയ്ത് പോകാം. എന്താണ് കോൺവെക്സ് ഫംഗ്ഷൻ? അത് കഴിഞ്ഞിട്ടേക്ക് നമ്മൾ ഈ ഒരു ലീനിയർ പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഓക്കെ. സോ ലെറ്റ് us see what is that. Before going to that itself, we have some more other things to discuss. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ ബേസിക്കലി RNലായിരിക്കും. ഓക്കെ. നമ്മളെ ഈ പേപ്പറിലെ ഡിസ്കഷൻ ഈസ് ഓൺലി ഇൻ RN. യൂക്ലിഡിയൻ സ്പേസിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. ആൻഡ് അവർ മെട്രിക് വിൽ ബി ദ യൂഷ്വൽ മെട്രിക്. ഓക്കെ. നിങ്ങളുടെ റിയൽ അനാലിസിസിൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻസ് ഒക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പം ഈ ഓപ്പൺ സെറ്റ് എന്താണ്, ക്ലോസ് സെറ്റ് എന്താണ്, RNലൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും മനസ്സിലാക്കാൻ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ പഠിച്ചതിനെ കൊണ്ട് ഞാൻ പറയുന്നു. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഡിസ്കഷൻസിലെല്ലാം നമ്മളെ സ്പേസ് RN ആയിരിക്കും. RN ടെക്സ്റ്റ് ബുക്കിൽ അത് EN എന്ന നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ EN എന്നാണ് കൊടുത്തത്. ഒരു ഉദ്ദേശിച്ച യൂക്ലിഡിയൻ സ്പേസ് ഉദ്ദേശിച്ചത് അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ RN തന്നെയാണ്. കാരണം പല സ്ഥലത്ത് പിന്നെ അവർ R യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ വെറുതെ കൺഫ്യൂഷൻ വരണ്ടല്ലോ. അപ്പോൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് RN ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന നൊട്ടേഷൻ. ഓക്കെ. അപ്പം ഇവിടുത്തെ മെട്രിക് വന്നാൽ യൂഷ്വൽ മെട്രിക് ആണ്. യൂഷ്വൽ മെട്രിക് ഓൺ RN വിൽ യൂസ്. നിങ്ങൾ വേറെ കുറേ മെട്രിക് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അനാലിസിസിൽ കഴിഞ്ഞ വർഷം സാർ എടുത്തതല്ലേ മറ്റേ റിയൽ അനാലിസിസ് പ്രവീൺ സാറല്ലേ എടുത്ത കഴിഞ്ഞ വർഷം അല്ലേ? അപ്പോൾ യു മൈറ്റ് ഹാവ് ലേൺഡ് അതർ കൈൻഡ് ഓഫ് മെട്രിക് ഓൾസോ. സോ ബട്ട് ഹിയർ പക്ഷെ ഇതിൽ ഞാൻ പറയാം, ഇതിലിപ്പം അനാലിസിസിൻ്റെ ഐഡിയ ഒന്നും വേണ്ട ശരിക്കും ഇത് ചെയ്യാൻ. ഞാൻ പറഞ്ഞു നിങ്ങൾ അത്രയും പഠിച്ചതിനെ കൊണ്ട് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തെന്ന് മാത്രം. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ശരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യം ജസ്റ്റ് വായിച്ചു പോകാം. കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഈ ഓപ്പൺ സെറ്റ് എന്താ, ക്ലോസ് സെറ്റ് എന്നൊക്കെ നമുക്ക് അറിയാം അല്ലേ? എന്താണ് ഓപ്പൺ സെറ്റ്, ക്ലോസ് സെറ്റ്, എന്താണ് വാട്ട് യു മീൻ ബൈ ആൻ ഓപ്പൺ സെറ്റ് ഇൻ RN സപ്പോസ് യു ആർ ടെല്ലിങ്. അപ്പോൾ നിങ്ങൾ മെട്രിക് സ്പേസ് ആയി കൺസിഡർ ചെയ്ത് പറഞ്ഞാലും മതി. എന്താ ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞാൽ? അറിയോ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊന്നും നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ജസ്റ്റ് ബ്രഷിങ് അപ്പ് മാത്രമാണ്. സിലബസ് തുടങ്ങുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പം ഓപ്പൺ സെറ്റ് എന്താണ്, ക്ലോസ് സെറ്റ് എന്താണ്, ഒരു നൈബർഹുഡ് ഓഫ് എ പോയിന്റ് എന്താണ് RNൽ,
അതുപോലെ ബൗണ്ടറി പോയിന്റ് ഓഫ് എ സെറ്റ് എന്താണ്, അങ്ങനത്തെ കുറേ ഡെഫിനിഷൻസ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ അതൊക്കെ ഒന്ന് റെഫ്രഷ് ചെയ്യുക. ഓക്കെ, ഇതൊന്നും നമ്മൾ അധികം ഇതിൽ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് റെഫ്രഷ് ചെയ്താൽ മതി. എന്താണ് ഓപ്പൺ സെറ്റ് എന്ന് നോക്കുക, ഒരു ഇതിലുള്ള ഓപ്പൺ സെറ്റ് എന്താ ഡിഫൈൻ നോക്കുക, വായിക്കുക. അതുപോലെ നൈബർഹുഡ് ഓഫ് എ പോയിന്റ് ഇൻ എക്സ് ഇൻ ആർ എൻ, അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇവിടെ ഈ വൈ എക്സ് ഉദ്ദേശിക്കുന്നത് എൻ ട്യൂപ്പിൾസ് ആണ്. ഓക്കെ, ജസ്റ്റ് നൊട്ടേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അത് ഡെൽറ്റ നൈബർഹുഡ് ഓഫ് എ പോയിന്റ് എക്സ് ഇൻ ആർ എൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും, ഇറ്റ്സ് ആക്ച്വലി സെറ്റ് ഓഫ് ഓൾ വൈ ഇൻ ആർ എൻ വിച്ച് ആർ എ ഡിസ്റ്റൻസ് ഡെൽറ്റ ഫ്രം എക്സ്. ഓക്കെ, വെൽ ഡെൽറ്റ ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പം അതാണ് ഒരു ഡെൽറ്റ നൈബർഹുഡ് ഓഫ് ആർ എൻ. ഇപ്പോൾ ആറിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക, ഇപ്പോൾ റിയൽ ലൈനിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക, ഒരു പർട്ടിക്കുലർ എക്സ് നിങ്ങൾ അല്ലെങ്കിൽ എക്സ് എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ നൈബർഹുഡ് എന്നാൽ അതിൻ്റെ ഒരു ഇൻ്റർവലാണ് എക്സ് പ്ലസ് ഡെൽറ്റ, എക്സ് മൈനസ് ഡെൽറ്റ. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അതായത് സെറ്റ് ഓഫ് ഓൾ വൈ, ഇതിൽ വരുന്ന പോയിന്റ്സ് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ വൈ ഫോർ വിച്ച് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് ലെസ് ദാൻ ഡെൽറ്റ. ആ രീതിയിൽ വരുന്ന എല്ലാ പോയിന്റ്സും അല്ലേ, അതാണ് നമ്മളെ ഈ ഇൻ്റർവെല്ലിൽ വരിക. അപ്പോൾ അതാണ് ഡെൽറ്റ നൈബർഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു ആക്കി അത് ക്ലോസ് നൈബർഹുഡ് ആവും അല്ലേ, ലെസ് ദാൻ ഈക്വൽ ടു ആയിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് ആവും. അപ്പോൾ പിന്നെ ഓക്കെ, അതാണ് ഡെൽറ്റ നൈബർഹുഡ്. പിന്നെന്താ ബൗണ്ടറി പോയിന്റ് ഓഫ് എ സെറ്റ് എന്നാൽ എന്താ, ഒരു സെറ്റിലുള്ള ബൗണ്ടറി പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്, ബൗണ്ടറി പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു സെറ്റിലെ ബൗണ്ടറി പോയിന്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നിങ്ങൾ R2 എടുക്കുക, അപ്പോൾ R2 സപ്പോസ് R2 എടുക്കുകയാണ്, നിങ്ങളൊരു സെറ്റ് ഉണ്ട്. ഓക്കെ, ഒരു സെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, ഇതിൻ്റെ ബൗണ്ടറി പോയിന്റ്സ് എങ്ങനെയാണ് പറയുക, R2 നൈബർഹുഡ് എന്താ വരിക, R2 നൈബർഹുഡ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങളെ പറയാം, നിങ്ങൾ എന്താണോ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യുന്ന മെട്രിക് യൂഷ്വൽ മെട്രിക് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്താ വരിക അവിടെ R2 വരുമ്പം, ഇൽ ബി ആക്ച്വലി ഓപ്പൺ ബോൾസ് അല്ലേ. ഇപ്പോൾ ഞാനൊരു പോയിന്റ് എടുത്ത് സേ x1, ഒരു പോയിന്റ് എടുക്കുകയാണ്, സേ x1 y1. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ നൈബർഹുഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ, ഡെൽറ്റ നൈബർഹുഡ് എന്നാൽ ഇങ്ങനത്തെ ഈ ഒരു ഡെൽറ്റ ഡിസ്റ്റൻസിൽ വരുന്ന ഇതിൻ്റെ അകത്തുള്ള എല്ലാ പോയിന്റ്സുമാണ് ശരിക്കും നമ്മളെ ഇതിൻ്റെ ഒരു ഡെൽറ്റ നൈബർഹുഡ് എന്ന് പറയുന്നത്, ഈ x1 y1 എന്ന പോയിന്റ്. ഇനി R2 നോക്കുമ്പം ഓക്കെ, സോ ഇപ്പോൾ ഒരു പോയിന്റ് നമ്മൾ സെറ്റിൻ്റെ ബൗണ്ടറി പോയിന്റ് എന്ന് പറയുന്നത് എന്ത് പറയണം, ഒരു സെറ്റിൻ്റെ ബൗണ്ടറി പോയിന്റ് ആണ്. സപ്പോസ് ഈ സെറ്റിൻ്റെ ബൗണ്ടറി പോയിന്റ് ആണ് ഒരു പോയിന്റ് ബി എന്ന് പറയാമെന്ന് വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ പറയുക, ഓപ്പൺ സെറ്റ്സിൻ്റെ ബൗണ്ടറി പോയിന്റ് ഉണ്ടാവും. ഞാൻ ബൗണ്ടറി പോയിന്റ് ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. അതായത് എക്സ് ഇസ് എ ബൗണ്ടറി പോയിന്റ് ഓഫ് എസ് ഇഫ് എവറി ഡെൽറ്റ നൈബർഹുഡ് കണ്ടെയ്ൻസ് of x contains some points in S and some points which are in S and some points which are not in S. Okay, some points which are in S as well as some points which are not in S. അപ്പോൾ ബൗണ്ടറി പോയിന്റ്സ് എങ്ങനെ വരിക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. ബൈ ഡെഫിനിഷൻ ഒരു പറയുന്നത് എന്താ വെച്ചാൽ, ബൗണ്ടറി പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് എടുത്തു, എസ് എടുത്തു, ഇതിൻ്റെ ബൗണ്ടറി പോയിന്റ് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ, ഇതിൻ്റെ ഒരു ഡെൽറ്റ നൈബർഹുഡ് എടുത്താൽ കുറച്ച് പോയിന്റ്സ് എസ്സിലുള്ളതുണ്ടാവും, കുറച്ച് പോയിന്റ്സ് എസ്സിലില്ലാത്തതുണ്ടാവും. റൈറ്റ്, ദാറ്റ് ഈസ് വാട്ട് ദി ടെല്ലിങ്. കുറച്ച് പോയിന്റ്സ് എസ്സിലുള്ളതുണ്ടാവും, കുറച്ച് പോയിന്റ്സ് എസ്സിലില്ലാത്തതുണ്ടാവും. അങ്ങനത്തെ എലിമെൻസിനാണ് നമ്മൾ എന്ത് പറയാം, അങ്ങനത്തെ പോയിന്റ്സ് നമ്മൾ ബൗണ്ടറി പോയിന്റ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കാം, ഈ ബൗണ്ടറി പോയിന്റ്സ് ഓപ്പൺ സെറ്റ്സിന് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ ക്ലോസ് സെറ്റ്സിന് ഉണ്ടാവും അല്ലേ? ക്ലോസ് സെറ്റിൽ ഉണ്ടാവും. അതെന്തുകൊണ്ടാണ് ഓപ്പൺ സെറ്റിൽ ഉണ്ടാവാത്തത്? അതിന്റെ നെയ്ബർഹുഡ് പുറത്തായി പോയതുകൊണ്ട്. എങ്ങനെ, ഞാൻ ചോദിച്ചാൽ ഓപ്പൺ സെറ്റിൽ എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്നാണ് ചോദിച്ചത്. ഓപ്പൺ സെറ്റിൽ എല്ലാ പോയിന്റ്സിന്റെ നെയ്ബർഹുഡ് അതിന്റെ ഉള്ളിൽ തന്നെ വരണം. അപ്പൊ ഈ നെയ്ബർഹുഡ് അങ്ങനെയാണോ പറയുന്നത് ശരിക്കും? ഓപ്പൺ സെറ്റ് പറഞ്ഞാൽ എല്ലാ പോയിന്റിന്റെ നെയ്ബർഹുഡ് അതിന്റെ ആ സെറ്റിൽ തന്നെ വരണം എന്നല്ലേ? എല്ലാ പോയിന്റിന്റെയും നെയ്ബർഹുഡ് സെറ്റിൽ തന്നെ വരുമോ? ഓപ്പൺ സെറ്റിൽ വരുമോ? ഇവിടെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തത്, ഡെൽറ്റ നെയ്ബർഹുഡ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഏതൊരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിന്റെ നെയ്ബർഹുഡ് ആ സെറ്റിൽ തന്നെ വരികയാണെങ്കിലാണ് അത് ഓപ്പൺ സെറ്റ് ആവുക. അപ്പൊ ബൗണ്ടറി പോയിന്റ് എടുക്കുമ്പോൾ അതിന്റെ നെയ്ബർഹുഡ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, സിമ്പിൾ. ആറിലെടുക്കാം, റിയൽ ലൈനിലെടുക്കാം, ഒരു പോയിന്റ് x0 വേണം, നമുക്ക് നമ്പർ തന്നെ കൊടുക്കാം 1.
ഒരു സെറ്റ് ഞാൻ പറയുന്നു. ഓപ്പൺ സെറ്റ് 0.5 1.5. Take a delta neighborhood of 1 where delta is equal to 1.5. Take a delta neighborhood of 1 where delta is equal to 1.5. അപ്പോൾ ഡെൽറ്റ 1.5 എടുത്താൽ അതിൻ്റെ ഓപ്പൺ നൈബർഹുഡ് അതിൻ്റെ അകത്ത് തന്നെയാണ് കിടക്കുന്നത്. ഡെൽറ്റ അത് നമ്മൾ ഇതാണ് 0.5 1.5 ആണ്. ഞാൻ എടുത്ത 0.1 ആണ് സപ്പോസ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഏതൊരു പോയിന്റ് എടുത്താലും അതിൻ്റെ ഏത് ഡെൽറ്റ നൈബർഹുഡ് ഇതിനകത്ത് തന്നെ കിടക്കുമോ? ഇതിനകത്ത് കിടക്കുന്നുണ്ടോ? ഏതൊരു അങ്ങനെ എങ്ങനെ ഏതെങ്കിലും ഒരു നൈബർഹുഡെങ്കിലും ആ സെറ്റിൽ തന്നെ ഉണ്ടെങ്കിലല്ലോ ഏതെങ്കിലും നൈബർഹുഡെങ്കിലും ആ സെറ്റിൽ തന്നെ ഉണ്ടാവണം. വലിയ നൈബർഹുഡ് എടുക്കുമ്പോ നമുക്ക് എത്ര വലുതും എടുക്കാലോ. പക്ഷെങ്കിൽ ഒരു ചെറിയ നൈബർഹുഡ് ഒരു ചെറിയ നൈബർഹുഡ് അതില് വേണോ? അങ്ങനല്ലേ? ഏതെങ്കിലും ഒരു നൈബർഹുഡെങ്കിലും മാറ്റി എന്നുള്ളതാണ്. പക്ഷെ ക്ലോസ്ഡ് എടുക്കുമ്പോഴോ? അത് ബൗണ്ടറിയിൽ ആ ഒരു നൈബർഹുഡിൽ പുറത്തുള്ള എലമെന്റ്സും വരില്ലേ? ക്ലോസ്ഡ് പറയുമ്പോൾ ലിമിറ്റ് പോയിന്റ് വെച്ചല്ലേ എടുക്കുക? ക്ലോസ്ഡ് പറയുമ്പോൾ ലിമിറ്റ് പോയിന്റ്സ് ബൗണ്ടറി പോയിന്റ്സും വ്യത്യാസമല്ലേ? അല്ല, ക്ലോസ്ഡ് സെറ്റിനെ ഡിഫൈൻ ചെയ്യാൻ ലിമിറ്റ് പോയിന്റ് വെച്ചിട്ടല്ലേ? അതെ, അതായത് അതിൻ്റെ ആ സെറ്റിൻ്റെ എല്ലാ ലിമിറ്റ് പോയിന്റ്സും ആ സെറ്റും കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ്ഡ് ആവും അല്ലേ? ശരിയല്ലേ? ശരിയാണോ? അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഡെഫിനിഷൻ? അപ്പോൾ ശരിക്കും ഇപ്പോൾ ബൗണ്ടറി പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ആറിൽ നോക്കിക്കോളൂ. ഇപ്പോൾ ആറിൽ നിങ്ങൾ നോക്കുമ്പം ഇപ്പോൾ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0.5 1.5 എടുത്ത് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പോയിന്റ് ഇവിടെ കിട്ടുന്നുണ്ടല്ലേ, 0.5 ഒരു പോയിന്റ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ എത്ര ചെറിയ ഡെൽറ്റ നൈബർഹുഡ് എടുത്താലും, നിങ്ങൾ ഈ ഒരു പോയിന്റിൻ്റെ എത്ര ചെറിയ ഡെൽറ്റ നൈബർഹുഡ് എടുത്താലും ഓക്കെ, അതിൽ കുറച്ച് പോയിന്റ്സ് സെറ്റിൻ്റെ അകത്തുള്ളതുണ്ടാവും, കുറച്ച് പുറത്തുള്ളതുണ്ടാവും. ശരിയല്ലേ? ഡെൽറ്റ എത്ര ചെറുതോ എത്ര വലുതോ നിങ്ങൾ എടുത്തോളൂ. എത്ര ചെറുതോ എത്ര വലുതെടുത്താലും അതിൻ്റെ കുറച്ച് പോയിന്റ്സ്, ആ നൈബർഹുഡിലെ കുറച്ച് പോയിന്റ്സ് എവിടെ ഉണ്ടാവും? ആ സെറ്റിൻ്റെ അകത്തും ഉണ്ടാവും, സെറ്റിൻ്റെ പുറത്തും ഉണ്ടാവും. ഡെൽറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഡെൽറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 0, നോട്ട് ഈക്വൽ ടു 0. ഹൗവർ മൈന്യൂട്ട് യു ടേക്ക്, എത്ര ചെറുതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് പുറത്തുള്ള കിട്ടും, കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് സെറ്റിൻ്റെ അകത്തുള്ള, അതാണുള്ള സെറ്റ് അകത്തുള്ള കിട്ടും. അങ്ങനത്തെ പോയിന്റ്സാണ് നമ്മൾ ശരിക്കും ബൗണ്ടറി പോയിന്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഓപ്പൺ നൈബർഹുഡിൻ്റെ കേസ് പറയുമ്പോൾ നിങ്ങൾ ഈ 0.5 അതായത് 0.5 ഈ സെറ്റിലുണ്ടോ? അത് 0.5 1.5 എന്ന ഓപ്പൺ നൈബർഹുഡിൽ 0.5 ഉണ്ടോ? ഇല്ല. ഓക്കെ, പണ്ടൊരു കോമഡി ഉണ്ട്. പണ്ടൊരു സാറ് ഒരു ഇതിൽ പറഞ്ഞതാ, ആരോടോ ചോദിച്ചു, ഇതിൽ ഈ ഒരു സെറ്റിൽ ഓപ്പൺ നൈബർഹുഡിൽ 0.5 ഉണ്ടോ ചോദിച്ചു. ഉണ്ടല്ലോ ഇതാ, കാണണ്ടല്ലോ ഇതാ, അങ്ങനെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഏതൊരു വൈവൊക്കെ ചോദിച്ചപ്പോൾ. അപ്പോൾ ഇതിനകത്ത് 0.5 ഇല്ല, isn't it? But if you take any element, suppose you take say 0.494949 അങ്ങനെ എടുക്കുക ചോദിച്ചു. അപ്പം ഇതിൻ്റെ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൻ്റെ, ഈ സെറ്റിലുള്ള ഒരു പോയിന്റാണ് സപ്പോസ് ഇത് അല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റിൻ്റെ യു ക്യാൻ ഫൈൻഡ് ഡെൽറ്റ നൈബർഹുഡ് ഓക്കെ ഫോർ എ സ്യൂട്ടബിൾ ഡെൽറ്റ ഫോർ വിച്ച് ഈ പോയിന്റിൻ്റെ ആ ഡെൽറ്റ നൈബർഹുഡ് പ്ലസ് 4.9 4.9 മൈനസ് ഡെൽറ്റ, ഈ വാല്യൂ will completely lie inside this set, isn't it? Will completely lie inside this set. Am I correct? Yes. അതുകൊണ്ടാണ് അതിന് നമ്മളതിന് ഓപ്പൺ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഏത് പോയിന്റ് ആ സെറ്റിൽ നിന്ന് എടുത്താലും അതിൻ്റെ ഒരു ഡെൽറ്റ നൈബർഹുഡ്, ആ ഡെൽറ്റ വളരെ ചെറുതായിരിക്കാം, എന്നാൽ പോലും ആ കിട്ടിയ നൈബർഹുഡ്, ഈ കിട്ടിയ ഈ ഇൻ്റർവെല് കംപ്ലീറ്റ്ലി വിൽ ബി കണ്ടെയ്ൻഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ സെറ്റ്. അതുകൊണ്ടാണ് ഈ സെറ്റ് ഓപ്പൺ ആവുന്നത്. ഓക്കെ, ആ രീതിയിൽ മനസ്സിലാക്കുക. അതിപ്പോൾ നമ്മളിപ്പോൾ റിയൽ ലൈനിൽ പറയുമ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് എനിക്ക് തന്നെ മൈനസ് ഡെൽറ്റ പ്ലസ് ഡെൽറ്റ പറയാൻ പറ്റും. 2 ഡയമെൻഷനിൽ പറയുമ്പോൾ എന്തായി മാറും? 2 ഡയമെൻഷനിൽ പറയുമ്പോൾ നമുക്ക് ഒരു ബോളായി മാറും. അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഡിസ്റ്റൻസ് വെച്ച് പറയും, ഈ ഡെൽറ്റേൻ്റെ അകത്ത് വരുന്ന
ഡെൽറ്റ ആക്കി എടുക്കും. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ റിയൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ നിങ്ങൾ കുറേ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ പല ടൈപ്പ് ഓഫ് മെട്രിക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് വളരെ ബേസിക് ആയിട്ടൊരു കാര്യം പറഞ്ഞു ഇപ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ സെറ്റ്സ് ആണ് നമ്മൾ ഓപ്പൺ സെറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ആ സെറ്റിൻ്റെ അകത്തുള്ള ഏത് പോയിന്റ് നിങ്ങൾ എടുത്താലും അതിൻ്റെ ഒരു ഡെൽറ്റ നൈബർഹുഡ് എങ്കിലും നിങ്ങൾക്ക് ആ സെറ്റിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. ഡെൽറ്റ വലുതെടുത്ത് കഴിഞ്ഞാൽ ഓബിയസ്ലി പുറത്തേക്ക് പോകും. പക്ഷേ അതിൻ്റെ മീനിങ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷേ അത് നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മൾ ക്ലോസ് സെറ്റ് എടുത്താൽ സംഭവിക്കില്ല. കാരണം ക്ലോസ് സെറ്റ് നമ്മൾ എടുക്കുമ്പം ക്ലോസ് സെറ്റിൻ്റെ ഈ ബൗണ്ടറി പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്ര ചെറിയ ഡെൽറ്റ എടുത്താലും ആ ഡെൽറ്റ നൈബർഹുഡിൽ കുറച്ച് പോയിന്റ് അവിടെ ഉണ്ടാവും. എങ്ങനെ നിങ്ങൾ ആക്കിയെടുത്താലും കുറച്ച് പോയിന്റ്സ് അവിടെ ഉണ്ടാവും. അവിടെ ഉണ്ടാവും കുറച്ച് പോയിന്റ്സ്. അത് പുറത്ത് തന്നെ വരുള്ളൂ, അകത്ത് വരില്ല. കുറച്ച് പോയിന്റ്സ് അവിടെ ഉണ്ടാവും, കുറച്ച് പോയിന്റ്സ് അകത്തും ഉണ്ടാവും. ഓക്കെ, ആ വ്യത്യാസം മനസ്സിലാക്കാം. അതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ റിവൈസ് ചെയ്യുന്നു മാത്രം. ഓക്കെ, അപ്പോൾ അതാണ് ബൗണ്ടറി പോയിന്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം, സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ. പക്ഷേ ഈ ബുക്കിൽ ട്രീറ്റ്മെൻറ്റ് വളരെ ബേസിക് ട്രീറ്റ്മെൻ്റ് ആണ്. നിങ്ങൾ ഈ ബുക്ക് വായിക്കുമ്പം നിങ്ങൾക്ക് ഒരു അനാലിസിസ് മോഡിലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല. അപ്പോൾ എനിക്ക് അതിനെ വായിക്കുമ്പോൾ എനിക്ക് അത്ര സന്തോഷം വരാറില്ല. ചില വേർഡ്സൊക്കെ യൂസ് ചെയ്യുന്നതും ചില രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അത്ര. നമ്മൾ റൂഡിൻ്റെ ബുക്കൊക്കെ വായിച്ച് നിങ്ങൾ കോഴ്സൊക്കെ കഴിഞ്ഞിരിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എനിക്ക് മനസ്സിലാവും, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ എന്നാലും ഇതിൽ ട്രീറ്റ്മെൻറ്റ് വളരെ സിമ്പിൾ ട്രീറ്റ്മെൻറ്റാണ്. ഈ സബ്ജക്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ അനാലിസിസ് കോൺസെപ്റ്റ്സ് ഒന്നും വേണ്ട. ജസ്റ്റ് നമുക്ക് റിഫ്രഷിങ് മാത്രമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺവെക്സ് സെറ്റ്സ് ഡിസ്കസ് ചെയ്യണം, അതിന് വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് സെറ്റ് നോക്കാം. R2 സെറ്റ് നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു R2. എക്സ് ബിലോങ്സ് ടു R2 മനസ്സ് കാണേണ്ടത് എങ്ങനെയാണ്? ഒരു x1 x2 എന്നാ കാണേണ്ടത് കേട്ടോ. എക്സ് ബിലോങ്സ് ടു R2 പറഞ്ഞാൽ R2 എലിമെന്റ്സ് എന്താ? ഓർഡേഡ് പെയർസ് അല്ലേ? അപ്പോൾ S1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു R2 സച്ച് ദാറ്റ് മോഡ് എക്സ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ എന്താ? ഈ മെട്രിക് എന്താ? നമുക്കറിയാം R2 യൂഷ്വൽ മെട്രിക് ആണ്. എന്താ യൂഷ്വൽ മെട്രിക്? ഇത് മോഡ് ഓഫ് എക്സ് മൈനസ് 0 ലെസ് ദാൻ ഈക്വൽ ടു 1 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് യൂഷ്വൽ മെട്രിക് എന്താ അവിടെ? അത് നിങ്ങളെങ്ങനെ ഡിസ്കസ് അത് റൂട്ട് ഓഫ് എന്താണ്? റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ അല്ലേ? അതാണ് x1 x2 പറഞ്ഞാൽ ആറിൽ വരുന്ന യൂഷ്വൽ ആയിട്ടുള്ള മെട്രിക് എന്താ? മോഡ് എക്സ് എന്താ വരിക? അത് വരിക റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ എന്നാ വരിക. ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ വരച്ച് കാണിച്ചു തരാം. R2 you take set of all x1 x2 with mod x is less than equal to 1 എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് സെറ്റ് അതായത് ഇതാ ഉദ്ദേശിക്കുന്നത്. അതായത് റൂട്ട് ഓഫ് x1 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ. അത് 0 0 എന്ന പോയിന്റ് എടുക്കുക. എന്നിട്ട് അവിടുന്ന് 1 ഡിസ്റ്റൻസ് അല്ല പറഞ്ഞല്ലേ, റൂട്ട് ഓഫ് ദിസ് പ്ലസ് ദിസ്. അതായത് ഈ ഡിസ്റ്റൻസ് 1 ആയിട്ട് വരുന്ന എല്ലാ പോയിന്റ്സും ആ യൂണിറ്റ് സർക്കിളിൻ്റെ അകത്ത് വരുന്ന യൂണിറ്റ് സർക്കിളും വരും, ഈ യൂണിറ്റ് സർക്കിളും വരും, പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാ പോയിന്റ്സും വരും. ആ അടങ്ങുന്ന സെറ്റാണ് ഈ മോഡ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് പറയുന്ന നമ്മളെ ഇവിടെ വരുന്ന ഈ സെറ്റ്. ഒരു മിനിറ്റ്, ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് മോഡ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്പൺ ബോളാണ്. ഓക്കെ, അതാ പറഞ്ഞു. ഇവിടെ നൊട്ടേഷൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷൻസ് വരും. പക്ഷേ നിങ്ങൾ പഠിച്ചതിനെ കൊണ്ട് ഞാൻ അത്ര സ്ട്രെസ് ചെയ്യേണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പറയുന്നത് മാത്രം. അപ്പോൾ ഇതൊരു ഓപ്പൺ ബോളാണ്. യൂണിറ്റ് സർക്കിളും അതിൻ്റെ അകത്തേക്ക് വരുന്ന പോയിന്റ്സ് മൊത്തം വരുന്ന ലെസ് ദാൻ ഈക്വൽ ടു അതിനെ കൊണ്ട് ആ മൊത്തം പോയിന്റ്സും വരുന്നത്. അപ്പോൾ അതൊരു ഓപ്പൺ ബോളാണ്. ഇതിൻ്റെ അകത്ത് ഈ സെറ്റ് എസ് ആയി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബൗണ്ടറി പോയിന്റ്സ് എവിടെ വരിക? ഇതിൻ്റെ ബൗണ്ടറി പോയിന്റ്സ് പറഞ്ഞാൽ ഈ യൂണിറ്റ് സർക്കിളിൻ്റെ മുകളിലാണ് വരിക. ഈ കാണുന്ന യൂണിറ്റ് സർക്കിളിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ബൗണ്ടറി പോയിന്റ്സ് വരിക. അതായത് നിങ്ങൾ ഏത് പോയിന്റ് എടുത്താലും നിങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സർക്കിളിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾ ഒരു പോയിന്റ് ഇവിടെ എടുത്തു, ഒരു പച്ച പോയിന്റ് എടുത്തു. ഇതിൻ്റെ ഏത് നൈബർഹുഡ് എടുത്താലും, ഒരു നൈബർഹുഡ് എത്ര ചെറുതാക്കി എടുത്താലും ആ നൈബർഹുഡിൻ്റെ അകത്ത് കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് പുറത്തുള്ള കിട്ടും അല്ലേ? കുറച്ച് പോയിന്റ്സ് അവിടെയുള്ള കിട്ടും, സെറ്റിൻ്റെ അകത്തുള്ള കിട്ടും. അപ്പോൾ ഇതൊരു ബൗണ്ടറി പോയിന്റ് ആണ്. അപ്പോൾ പക്ഷേ ഇവിടെ നിങ്ങളൊരു പോയിന്റ് എടുത്താലോ, ഇവിടെ നിങ്ങൾ പോയിന്റ് എടുത്താൽ നിങ്ങൾക്ക് ഒരു നൈബർഹുഡ് കിട്ടൂലേ? ഒരു നൈബർഹുഡ് കിട്ടും ഫോർ വിച്ച് എവറി പോയിന്റ് ഇസ് ഇൻസൈഡ് ദ സെറ്റ്. അപ്പോൾ അത് ബൗണ്ടറി പോയിന്റ് അല്ല. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ പറയുന്നത്? അപ്പോൾ ഇവിടെ ശരിക്ക് ഈ സെറ്റിൻ്റെ ബൗണ്ടറി പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈനിൻ്റെ മുകളിൽ കാണുന്ന ഈ പുറത്തു കൂടെ ഈ റെഡ് വരച്ചിരിക്കുന്ന ആ യൂണിറ്റ് സർക്കിളാണ്. ആ യൂണിറ്റ് സർക്കിളിൻ്റെ മുകളിൽ വരുന്ന പോയിന്റ്സ് ആണ് ഈ സെറ്റിലെ ബൗണ്ടറി പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെറ്റിലെ എല്ലാ ബൗണ്ടറി പോയിന്റ്സും ഈ സെറ്റ് തന്നെ ഉണ്ട്, എസ് തന്നെ ഉണ്ട്. എസ് ഇസ് ആക്ച്വലി സെറ്റ് ഓഫ് ഓൾ എക്സ് ഫോർ വിച്ച് മോഡ് എക്സ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 1. പക്ഷേ നിങ്ങൾ ഈ സെറ്റ് എടുത്ത് നോക്കുക, രണ്ടാമത് ഈ സെറ്റ്
ഇവിടെ ഒരു മിനിറ്റ്, ഞാൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്ന കൂടി ഉണ്ട്, അപ്പോൾ അത് കുറച്ചൊരു ഹാങ് ആവുന്നുണ്ട്, അതാണ് സംഭവം. ഓക്കെ, അധികം ഞാൻ കളിച്ചപ്പോൾ സ്റ്റക്കായിപ്പോൾ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സെറ്റ് S2. സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു R2 സച്ച് ദാറ്റ് മോഡ് എക്സ് ലെസ് ദാൻ 1. അതെന്താ വരിക? മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ ബൗണ്ടറി സർക്കിൾ വരില്ല, ബാക്കിയുള്ള ആ ഓപ്പൺ സെറ്റ് വരും, ബാക്കിയുള്ള എലിമെൻറ്റ്സ് ഇതിൻ്റെ അകത്ത് വരുന്ന ആ എലിമെൻറ്റ്സ് ആണ് വരിക. ഓക്കെ, അതായത് മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പം ഡിസ്റ്റൻസ് ഫ്രം 0 1 ആയിട്ട് വരുന്ന എല്ലാ പോയിൻറ്റ്സും, അത് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ഡിസ്റ്റൻസ് ഫ്രം 0 0 1 ആയിട്ട് വരുന്ന എല്ലാ പോയിൻറ്റ്സും, അതായത് ഈ റെഡ് റീജിയൻ ഉണ്ടാവില്ല, അതിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു ഫുൾ റീജിയൻ, ആ സർക്കിൾ റീജിയൻ ആണ് നമ്മൾ മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുന്നത്. അതൊരു ഓപ്പൺ സെറ്റ് ആയിരിക്കും അല്ലേ? ദാറ്റ് വിൽ ബി ആക്ച്വലി ഓപ്പൺ സെറ്റ്. അതിൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സ് ഒന്നും അതിനകത്തില്ല. So here you can see that two examples I have given here. Set of all x belongs to R2 where mod x less than equal to 1 contains all its boundary points and this contains none of them. പിന്നെ നിങ്ങൾക്ക് എന്താ അറിയാം, കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം അതൊക്കെ ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. ക്ലോസ് സെറ്റ് ക്ലോസ് സെറ്റ് എന്താണ്? ക്ലോസ് സെറ്റ് ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യുന്ന ലിമിറ്റ് പോയിന്റ്സിൻ്റെ കേസ് വെച്ച് പറയും. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഈ ടെക്സ്റ്റ് ബുക്കിൽ ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമുണ്ട്. സെറ്റ് ഇസ് സെറ്റ് ടു ബി ക്ലോസ് ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് ബൗണ്ടറി പോയിന്റ്സ് ആൻഡ് ഇസ് സെറ്റ് ടു ബി എൻ ഓപ്പൺ ഇഫ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ഇസ് ക്ലോസ്ഡ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ലിമിറ്റ് പോയിന്റും ബൗണ്ടറി പോയിന്റും ഒന്നായിരിക്കുമോ? അല്ലല്ലോ. ലിമിറ്റ് പോയിന്റ് പ്രത്യേകത എന്താ? ലിമിറ്റ് പോയിന്റിന്റെ നെയ്ബർഹുഡ് എടുത്താല് ആ പോയിന്റ് അല്ലാതെ ആ സെറ്റിലെ വേറൊരു പോയിന്റ് കൂടെ ഉണ്ടാവും ആ നെയ്ബർഹുഡില്. അത്രേ ഉള്ളൂ. അപ്പൊ ബൗണ്ടറി പോയിന്റ്സ് എല്ലാം ലിമിറ്റ് പോയിന്റ്സ് അല്ലേ? ബൗണ്ടറി പോയിന്റ്സ് ലിമിറ്റ് പോയിന്റ്സാ. അപ്പൊ ലിമിറ്റ് പോയിന്റ്സ് എല്ലാം ബൗണ്ടറി പോയിന്റ്സ് ആണോ? അല്ല. കാരണം എക്സാമ്പിൾ ഇവിടുത്തെ നമ്മൾ അത് പറയും, സെറ്റിനുള്ളിലുള്ള പോയിന്റ്സ് ലിമിറ്റ് പോയിന്റ്സ് ആവുമല്ലോ, അത് ബൗണ്ടറി പോയിന്റ്സ് അല്ലല്ലോ. അതെ, അതായത് ഇപ്പോൾ ഒരു റിയൽ നമ്പർ ലൈൻ എടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഒരു ക്ലോസ് സെറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ 1 2 ക്ലോസ് സെറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് എടുക്കുക, 0.5 എടുക്കുക. ഇത് ലിമിറ്റ് പോയിന്റ് ആണ്. 0.5 ലിമിറ്റ് പോയിന്റ് ആണ്, 1 ലിമിറ്റ് പോയിന്റ് ആണ്, 2 ലിമിറ്റ് പോയിന്റ് ആണ്, ആണോ? റിയൽ നമ്പർ ലൈൻ ആണെങ്കിൽ ലിമിറ്റ് പോയിന്റ് ആണ്. അതെ, അപ്പം ഇവിടെ ഇതൊക്കെ ലിമിറ്റ് പോയിന്റ്സ് ആണ്, പക്ഷെ 0.5 ഒരു ബൗണ്ടറി പോയിന്റ് അല്ല, അല്ലേ? ഓക്കെ, സോ ഓക്കെ. പിന്നെ ഇന്റർസെക്ഷൻ ഓഫ് ക്ലോസ് സെറ്റ്സ് ഇസ് ക്ലോസ്ഡ്. പിന്നെ ബൗണ്ടഡ് സെറ്റ് എന്താണ്? ഒക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളായിരിക്കും. സെറ്റ് ഇസ് സെറ്റ് ടു ബി ബൗണ്ടഡ് ഇഫ് ദർ എക്സിസ്റ്റ് എ ഫൈനൈറ്റ് റിയൽ നമ്പർ m such that for all x in S mod x is less than equal to m. ഓക്കെ, സോ ദാറ്റ് ഈസ് ഒരു ബൗണ്ടഡ് സെറ്റ് ഡെഫിനിഷൻ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, ജസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്യും. നമ്മുടെ മെയിൻ ഡിസ്കഷൻ തന്നെ കോൺവെക്സ് സെറ്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം ഒരു ബേസിക് കഴിവ് ഉണ്ടായാൽ മതി. അത് നമ്മളിവിടെ അത് ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല. ഈ ചില പ്രൂഫുകളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം അത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, നൗ വി ഹാവ് സം 5 more minutes. ഒരു 5 മിനിറ്റ് കൂടി ഉണ്ട്, നമുക്ക് ഇതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നിർത്താം. എന്താണ് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ കോൺവെക്സ് സെറ്റ്സ് നോക്കാം. അപ്പം സപ്പോസ് യു ടേക്ക് ദ യൂക്ലിഡിയൻ സ്പേസ് Rn. Okay, you take two values, two elements from the set Rn, or you take 2 points from the set Rn or from the space Rn, x1 x2. രണ്ട് പോയിന്റ്സ് ആണ് x1 x2. ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ ഇവർ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ x1 x2 ആണ് പോയിന്റ്സ് ആയിട്ട്. പൊതുവേ നമ്മൾ അനാലിസിസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സ്മോൾ x1 സ്മോൾ x2 ഉപയോഗിക്കുക പോയിന്റ്സിന്. സെറ്റ് വരുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഉപയോഗിക്കും. അപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ അങ്ങനെയൊന്നും വ്യത്യാസങ്ങളൊന്നുമില്ല ഈ ബുക്കിൽ. അപ്പം അതൊന്ന് മാറിപ്പോയത്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ x1 ഉദ്ദേശിച്ച ഒരു പോയിന്റ് ആണ്, x2 ഒരു പോയിന്റ് ആണ്. ആറിലെ പോയിന്റ് ആകുമ്പോൾ ഇതൊരു n ട്യൂപ്പിൾ ആണ്, n എലിമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ then the point x given by 1 minus lambda times x1 plus lambda x2 where lambda varies from 0 to 1 including 0 and 1 is called the convex linear combination of x1 and x2. അതായത് x1 x2 കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is nothing but 1 minus lambda times x1 plus some lambda times x2 where 0 less than equal to lambda less than equal to 1. ഓക്കെ, ആ ഒരു പോയിന്റിനാണ് നമ്മൾ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് x1 and x2 എന്ന് പറയുന്നത്. Okay, so the point x is equal to 1 minus lambda times x1 plus lambda times x2 where 0 less than equal to lambda less than equal to 1 എന്നാണ് നമ്മൾ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് x1 and x2 എന്ന് വിളിക്കുന്നത്. Okay, so next what we have, what do you mean by a convex set?
ഒരു സെറ്റ് നമ്മൾ കോൺവെക്സ് സെറ്റ് എന്ന് വിളിക്കണമെങ്കിൽ ഉള്ള ഡെഫിനേഷൻ ഇത്രയേ ഉള്ളൂ. ഒരു സബ്സെറ്റ് ഓഫ് ആർ എൻ എടുത്തിട്ട് നമ്മുടെ ഡിസ്കഷൻസ് മൊത്തം നമ്മൾ ആർ എന്നിലാണ് ചെയ്യുന്നത്, വേറെ ഒരു സ്പേസ് കൂടെ ഡിസ്കഷൻ ഇല്ല. അപ്പം ആർ എന്നിൽ ഒരു സെറ്റ് കോൺവെക്സ് എന്ന് വിളിക്കണമെങ്കിൽ ഇഫ് ദ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എനി 2 പോയിന്റ്സ് ഇൻ എസ് ഷുഡ് ബി ഇൻ എസ്. അതായത് ഏത് 2 പോയിന്റ് നിങ്ങൾ എസ് എന്ന് എടുത്തിട്ടും അതിനെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ആ സെറ്റ് തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ആ സെറ്റ് കോൺവെക്സ് ആണെന്ന് പറയാം. അതാണ് സിമ്പിളായിട്ടുള്ള കോൺവെക്സ് സെറ്റിൻ്റെ ഡെഫിനിഷൻ. അതായത് നമ്മൾ നേരത്തെ പോളിഗൺ വരച്ചതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു പോയിന്റ് എടുക്കുകയാണ്, x1 എടുത്തു, വേറൊരു പോയിന്റ് x2 എടുത്തു. അപ്പം അതിൻ്റെ ഒരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇതിപ്പോൾ ഒരു x1, അപ്പോൾ ഞാൻ ക്യാപിറ്റൽ തന്നെ യൂസ് ചെയ്യാം, എനിക്ക് ശരിക്കും സ്മോളാണ് വരുന്നേ കഴിയില്ല. പക്ഷേ അപ്പോൾ ഒരു പെർട്ടിക്കുലർ ലാംഡ നിങ്ങൾ ഫിക്സ് ചെയ്യാൻ വയ്ക്കുക. ഒരു പെർട്ടിക്കുലർ ലാംഡ ഫിക്സ് ചെയ്താൽ നിങ്ങൾക്ക് ഈ x1 x2 എടുക്കുന്ന ലൈനിൻ്റെ മുകളിൽ ഒരു പോയിന്റ് കിട്ടും. അതാണ് നിങ്ങൾ x. ഒരു പെർട്ടിക്കുലർ ലാംഡയ്ക്ക് ആ ലാംഡ മാറ്റുമ്പോൾ നിങ്ങൾക്ക് വേറൊരു പോയിന്റ് കിട്ടും. ഈ ലാംഡ പിന്നെയും മാറ്റി നിങ്ങൾക്ക് വേറൊരു പോയിന്റ് കിട്ടും. അങ്ങനെ ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന വേറെ ഒന്നല്ല, ഈ എല്ലാ എക്സുകളും നിങ്ങൾ ഈ ലാംഡ മൊത്തം വേരി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക ഈ ലൈനാണ്. x1 x2 ജോയിൻ ചെയ്യുന്ന ലൈനാണ് കിട്ടുക. ഓക്കെ, ഒരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് 2 പോയിന്റ്സ് എന്നാൽ ഒരു പോയിന്റ് ആണ്. പക്ഷേ വെൻ യു വേരി ലാംഡ കംപ്ലീറ്റ്ലി, ലാംഡ മാറിക്കൊണ്ടിരിക്കുമ്പം ഫുൾ ലാംഡ 0 എടുത്താൽ എന്താകുമ്പോൾ നോക്കും, ലാംഡ 0 എടുത്താൽ എന്താകുമ്പോഴേക്കാം, ലാംഡ 0 എടുത്താൽ എക്സ് എന്താവും? ഇത് 0 ആയി പോവും. അപ്പോൾ 1 - 0 × x1, അതായത് x1 തന്നെ, ഈ പോയിന്റ് തന്നെ. അപ്പോൾ ലാംഡക്ക് നിങ്ങൾ 1 എടുത്തു, ലാംഡ 1 എടുത്താൽ അത് 0 ആയി പോവും. 1 × x2, ഇപ്പോൾ x എന്താ x2, അതായത് ഈ പോയിന്റ്. അങ്ങനെ നിങ്ങൾ മാറ്റി കൊടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഇടയ്ക്കുള്ള എല്ലാ പോയിന്റ്സും കിട്ടും. ഓക്കെ, അപ്പം കോൺവെക്സ് സെറ്റ് എന്താ പറയുന്നത് വെച്ചാൽ, ഒരു സെറ്റ് കോൺവെക്സ് ആണെങ്കിൽ നിങ്ങൾ അതിൽ ഏത് 2 പോയിന്റ് എടുത്താലും നിങ്ങൾ അതിൻ്റെ എല്ലാ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസും എടുക്കുകയാണെങ്കിൽ, 2 പോയിന്റ്സിൻ്റെ എല്ലാ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസും എടുക്കുകയാണെങ്കിൽ ആ പോയിന്റ്സ് എല്ലാം ഈ സെറ്റിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത്? ആ സെറ്റ് ഒരു കോൺവെക്സ് സെറ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ഫോർ എ കോൺവെക്സ് സെറ്റ് ആണ്. കാരണം നമ്മൾ x1 x2 എടുത്തു, അതിൻ്റെ എല്ലാ കോൺവെക്സ് കോമ്പിനേഷൻസും എടുത്തു, അതാണ് ഈ കാണുന്ന ലൈനിലെ എല്ലാ പോയിന്റ്സും എടുത്തു. അപ്പോൾ ഈ ലൈൻ അവിടെ ഉണ്ട്, ഈ ഒരു സ്പേസിൻ്റെ അകത്ത് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറയാം? ഇതൊരു കോൺവെക്സ് സെറ്റ് ആണ്. പക്ഷേ ഇതൊരു കോൺവെക്സ് സെറ്റ് അല്ല. കാരണം നിങ്ങൾ ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു ഇത് R2 കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, R2 ഒരു സ്പേസ് ആയി കണ്ടാൽ മതി, സബ്സെറ്റ് കണ്ടാൽ മതി. ഈ 2 പോയിന്റ്സ് എടുത്ത് അതിൻ്റെ കോൺവെക്സ് കോമ്പിനേഷൻ എടുത്താൽ ഇങ്ങനെ ലൈനാണ് വരിക R2 എടുക്കുമ്പോൾ. അപ്പം ഈ പോയിന്റ്സ് ഒക്കെ പുറത്താണ് വരുന്നത്, ഈ സ്പേസിൻ്റെ അകത്ത് വരുന്നില്ല, ഈ പച്ച പോലത്തെ സ്പേസിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതൊരു കോൺവെക്സ് സെറ്റ് അല്ല. ഓക്കെ, ദിസ് ഈസ് നോട്ട് എൻ എക്സാമ്പിൾ ഫോർ എ കോൺവെക്സ് സെറ്റ്. ഇത് കോൺവെക്സ് സെറ്റ് അല്ല, ഇത് കോൺവെക്സ് സെറ്റ് ആണ്. ഇത് കോൺവെക്സ് സെറ്റ് ആണോ? ഒരു ലൈനാണ്, R2 ഒരു ലൈനാണ്. R2 നിന്ന് കൺസിഡർ ചെയ്യാം. സപ്പോസ് R2 ഒരു ലൈനാണ്, കോൺവെക്സ് സെറ്റ് ആണോ? അതായത് ഈ 2 പോയിന്റ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന എല്ലാ പോയിന്റ്സും ആയിരിക്കും, ആ ലൈനിൽ വരുന്ന പോയിന്റ്സ് ആയിരിക്കും ഇതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പം അതെല്ലാം ഈ ലൈൻ തന്നെ ഉണ്ടല്ലോ, അല്ലേ? എല്ലാ ലൈൻ തന്നെ ഉണ്ട്. അപ്പോൾ അതെന്താകും? അതൊരു കോൺവെക്സ് സെറ്റ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി എൻ എക്സാമ്പിൾ ഫോർ എ കോൺവെക്സ് സെറ്റ്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇന്ന് കാര്യമായിട്ട് ഇന്ന് മനസ്സിൽ വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്താണ് കോൺവെക്സ് സെറ്റ്, എന്താണ് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ? ഓക്കെ, so if you take 2 points in Rn, then the point x is equal to 1 - lambda into x1 plus lambda times x2, where 0 less than equal to lambda less than equal to 1 is called the convex linear combination of x1 and x2. Also, a set is said to be convex if the convex linear combination of any 2 points, ആ സെറ്റിലുള്ള ഏത് 2 പോയിന്റ് എടുത്താലും അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റിൽ തന്നെ ഉണ്ടാവണം ആ എക്സും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സെറ്റിനെ കോൺവെക്സ് എന്ന് വിളിക്കാം. Is it clear? Is it clear? Yes, sir. Yeah. So next class we'll discuss remaining. Okay. ഞാൻ ഉദ്ദേശം നടന്നില്ല, ഞാൻ ഒരുപാട് എഴുതി വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ജസ്റ്റ് ബ്രഷപ്പ് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. എനിക്ക് ബുക്കും കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ കുറച്ച് പോർഷനേ കിട്ടിയുള്ളൂ. നോക്കട്ടെ, നമുക്ക് ആ ബുക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. എനിക്ക് അതിൻ്റെ ചെറിയൊരു ഭാഗം കിട്ടി, ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് അതിൽ ഈ നോട്ട്സൊക്കെ കാണാം, ഇതൊക്കെ റിവിഷൻ കാണാം. ഇത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഇനി ബാക്കി നാളെ ഓറല്ലേ ഞാൻ പറഞ്ഞത്? അതെ, നാളെ ഓറാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഫ്യൂ തിങ്സ്. ഓക്കെ, ആൻഡ് എല്ലാവരും ഉണ്ട് ക്ലാസ്സിൽ, നന്നായി. ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഏകദേശം എല്ലാവരും ക്ലാസ്സിലുണ്ട്. ഇനി എല്ലാവരും ക്ലാസ്സിലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു കാര്യം, ഞാൻ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്, ഇത് ഞാൻ റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്.